ആവസിക്കട്ടെ ആവസിക്കട്ടെ അത്യുന്നത ദിവ്യശക്തി ആവസിക്കട്ടെ 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 അത്യുന്നത ദിവ്യശക്തി ആവസിക്കട്ടെ വ്യാപരിക്കട്ടെ വ്യാപരിക്കട്ടെ സർവേശ ദൈവാരൂപി വ്യാപരിക്കട്ടെ 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 സർവേശ ദൈവാരൂപി വ്യാപരിക്കട്ടെ ആവസിക്കട്ടെ ആവസിക്കട്ടെ അത്യുന്നത ദിവ്യശക്തി ആവസിക്കട്ടെ ശുശ്രൂഷകളും ദൈവത്തിന്റെ ഇടപെടലാണ്. ദൈവപൈതലേ, ദൈവം നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചിരുന്ന വിരുന്നാണ് ഓരോ ശുശ്രൂഷ. ഹല്ലേലൂയ. നിനക്ക് ജീവനുണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകാനും. ഹല്ലേലൂയ. എങ്ങനെയെങ്കിലും ജീവിച്ച പോലെ, എങ്ങനെയെങ്കിലും ജീവിച്ചപ്പോൾ ജീവന്റെ നിറവില്, ജീവന്റെ പൂർണ്ണതയില് നീ ആയിരിക്കണം. ഹല്ലേലൂയ. 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 ദൈവത്തിന് ഒരു കരുണയുണ്ട്. ദൈവം നിനക്ക് വേണ്ടി കാത്തുവച്ചിരിക്കുന്ന ഒരു അഭിഷേകമുണ്ട്. ദൈവം നിനക്ക് വേണ്ടി കാത്തുവച്ചിരിക്കുന്ന ഒരു കൃപയുണ്ട്. ദൈവം നിനക്ക് വേണ്ടി കാത്തുവച്ചിരിക്കുന്ന ഒരു സൗഖ്യമുണ്ട്. ഹല്ലേലൂയ. നീ ആ കൃപ തേടുന്നെങ്കിൽ, നീ ആ സൗഖ്യത്തിന് വേണ്ടി കാത്തിരിക്കുന്നെങ്കിൽ, ആ അനുഗ്രഹം നിന്റേതാണെന്ന് നീ വിശ്വസിക്കുന്നെങ്കിൽ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആ കൃപ നിനക്ക് തരും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഓരോ ആഴ്ച നമ്മൾ ഓർക്കുന്നത് ത്യാഗമെടുത്ത് പ്രാർത്ഥിക്കുക. ത്യാഗമെടുത്തുള്ള പ്രാർത്ഥനയാണ് ദൈവസന്നിധിയിൽ എത്തുന്ന പ്രാർത്ഥന. ത്യാഗമെടുത്തുള്ള പ്രാർത്ഥന നിശ്ചയമായി ദൈവസന്നിധിയിലെത്തും. അതുകൊണ്ട് ഓർമ്മിപ്പിക്കാനുള്ള ശുശ്രൂഷ പങ്കെടുക്കുമ്പോൾ 1-2 നേരത്തെ ഭക്ഷണം ഉപേക്ഷിക്കാം. നോയമ്പെടുത്ത് ത്യാഗമെടുത്ത് എൻ്റെ ഈശോ പ്രാർത്ഥിച്ചതുപോലെ നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ ജീവിതത്തിലേക്ക് അവിടുന്ന് ഒരു അഭിഷേകം തരും. ഹല്ലേലൂയ. 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 നമ്മളെ ത്യാഗം ഉപസിച്ച് പ്രാർത്ഥി. ഒരു നിയോഗമുള്ളപ്പം മക്കളെ നിന്റെ ജീവിതത്തിൽ നീ പരീക്ഷിച്ച് നോക്കിക്കോ. ഒരു നിയോഗമുള്ളപ്പോൾ, ജീവിതത്തിൽ ഒരു തകർച്ച, ജീവിതത്തിൽ ഒരു പ്രതിസന്ധി, മറ്റൊരാൾക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കുമ്പോൾ, നീ ത്യാഗമെടുത്ത പ്രാർത്ഥിക്കുന്നെങ്കിൽ ആ പ്രാർത്ഥന ദൈവസന്നിധിയിൽ എത്തുന്ന പ്രാർത്ഥനയാ. ഹല്ലേലൂയ. 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 അതുപോലെ ദൈവമക്കളെ, ശുശ്രൂഷ വിശുദ്ധിയോടെ പങ്കെടുക്കണം. കുമ്പസാരിക്കാം. 2 ആഴ്ചയിലൊരിക്കൽ ചെന്ന് കുമ്പസാരക്കൂട്ടിൽ നിനക്ക് മനസ്സിൽ തോന്നുന്നു പറഞ്ഞാൽ അത് കുമ്പസാരമല്ല. നിനക്കവിടെ കൃപയില്ല. ദൈവവേദന നിന്റെ ഹൃദയം നോവണം. നിന്നെ ഒരുപാട് സ്നേഹിച്ച നിന്റെ ദൈവത്തെ നീ നൊമ്പരപ്പെടുത്തിയല്ലോ എന്ന് പറഞ്ഞ് നീ ഏങ്ങലടിച്ച് കരയുമ്പോൾ ദൈവം നിന്നെ ചേർത്ത് പിടിക്കും. അതാണ് പാപമോചനം. ഹല്ലേലൂയ. ഹൃദയം നോക്കണം മക്കളെ, ഹൃദയം നോക്കണം. കണ്ണീരോടെ അല്ലാത്ത കുമ്പസാരങ്ങൾ നിന്റെ പാപങ്ങൾ കഴുകിക്കളയുമെന്ന് എനിക്ക് തോന്നണില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഹൃദയം നോക്കി പൈതലേ, നീ അറിയും കുമ്പസാരത്തിന്റെ അഭിഷേകം, കുമ്പസാരത്തിന്റെ അനുഗ്രഹം, കുമ്പസാരത്തിന്റെ കരുത്ത്. ഹല്ലേലൂയ. കുമ്പസാരിച്ചൊരുങ്ങാ മക്കളെ. വലിയ അഭിഷേകം കർത്താവ്. വിശുദ്ധി കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധ്യമല്ല. ഹല്ലേലൂയ. ഇന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുന്നത് യെശയ്യാ തിരുവചനം 52-ാം അധ്യായമാണ്. യെശയ്യാ തിരുവചനം 40 മുതൽ 55 വരെയുള്ള തിരുവചനങ്ങൾ വിപ്രവാസത്തിലെ മക്കളോട് തമ്പുരാൻ അരുളി ചെയ്യുന്ന വാക്കുകളാണ്. വല്ലാതെ തകർന്നു പോയവര്, പ്രതീക്ഷകളൊക്കെ അസ്തമിച്ചവര്, ജീവിതത്തിൽ ഒരുപാട് നിരാശപ്പെടുന്നവര്, ഇരുട്ടിലിരിക്കുന്ന മനുഷ്യർ, അവരാണ് വിപ്രവാസത്തിലെ മനുഷ്യർ. ഹല്ലേലൂയ. പൈതലെ, ഒരുപക്ഷെ വിപ്രവാസത്തിലെ ഒരു പൈതലായിരിക്കാം നീ. ആകാശത്തേക്ക് നോക്കിയാൽ ഇരുട്ട്, ഭൂമിയിലേക്ക് നോക്കിയാൽ ഇരുട്ട്, എവിടെ നോക്കിയാലും ഇരുട്ടിലിരിക്കുന്ന ഒരു കുഞ്ഞിന് തിരുവചനം പറയുന്ന ഒരു പേരാണ് വിപ്രവാസത്തിലിരിക്കുന്ന ഒരു പൈതൽ. ഹല്ലേലൂയ. ഹല്ലേലൂയ. മക്കളെ, ഒരുപക്ഷെ ഒരു രോഗപീഠയുടെ മുമ്പിൽ പകച്ചു നിൽക്കുന്ന ഒരു ദൈവപൈതലായിരിക്കാം നീ. ഒരു ജീവിത പ്രതിസന്ധി, 30-40 വയസ്സായിട്ട് വിവാഹം നടക്കാതെ ഒരുപാട് വിഷമിക്കുന്ന ഒരു ദൈവ പൈതലായിരിക്കാം നീ. വലിയ സാമ്പത്തിക ബാധ്യതയിൽ ഞെരുങ്ങിക്കൊണ്ടിരിക്കുന്ന, മുന്നോട്ട് ചുവട് വെക്കാൻ പറ്റാത്ത ഒരു ദൈവ പൈതലായിരിക്കാം നീ. ഇന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വിപ്രവാസി എന്ന് വിളിക്കുന്നത് നിന്നെയാ. ഹല്ലേലൂയ. ദൈവത്തിന്റെ ദേശത്തല്ലാതെ വെളിയിൽ താമസിക്കുന്നവന് ദൈവം ഇട്ടിരിക്കുന്ന പേരാണ്, ബൈബിൾ ഇട്ടിരിക്കുന്ന പേരാണ് വിപ്രവാസി. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവമില്ല, ദേവാലയമില്ല, ദൈവാനുഭവമില്ല, ദൈവവചനമില്ല, പ്രവാചകനില്ല. അങ്ങനത്തെ ഒരു പറ്റം മനുഷ്യരുടെ പേരാണ് വിപ്രവാസികൾ. ഹല്ലേലൂയ. ഹല്ലേലൂയ. മക്കളെ, തിരുവചനത്തിലേക്ക് നമുക്ക് കടന്നില്ല. അങ്ങനെ ഒരു ജനത്തിന്റെ പക്കലേക്ക് യെശയ്യാ പ്രവാചകൻ കടന്നു വരുന്നു. 52-ാം അധ്യായം 1-ാം വാക്യം, സിയോനെ ഉണർന്ന് എഴുന്നേൽക്കുക. ഉയ്യാപ്പ്.
ഒരുപക്ഷെ ബൈബിളിന് ഒറ്റ വാക്കത്തിൽ ചോദിച്ചാൽ ഞാനതിന് ഉയർപ്പെന്ന് പേരിട്ട് തരും. മറ്റു ചിലര് സ്നേഹമെന്നൊക്കെ പറയും. പക്ഷെ എനിക്ക് തോന്നുന്നു ബൈബിൾ ഒറ്റ വാക്കില് ഉയർപ്പ് എന്ന വാക്ക്, റിസറക്ഷൻ, റൈസ് അപ്പ്. ഹല്ലേലൂയ. ദൈവമക്കളെ, ഈ തിരുവചനം മുഴുവൻ ഓർമ്മിപ്പിക്കുന്നത് ഒരൊറ്റ കാര്യമാണ്. ഈ പരിശുദ്ധ ബൈബിൾ നിന്നെ ഓർമ്മിപ്പിക്കുന്ന ഒറ്റ കാര്യമാ, അത് ഉയർപ്പിനെ പറ്റിയ. പൊന്നു തമ്പുരാന്റെ ഉയർപ്പ്, ഒരു വിശ്വാസ ജനതയുടെ ഉയർപ്പ്, അതാണ് ഈ തിരുവചനം. ഹല്ലേലൂയ. വീണ് പോയവന്റെ എഴുന്നേൽപ്പിന്റെ ചരിത്രമാണ് ഈ തിരുവചന പുസ്തകം. ഹല്ലേലൂയ. വീണ് പോയവർക്ക് എഴുന്നേൽക്കാനുള്ള ജീവ മന്ത്രമാണ് ഈ തിരുവചന പുസ്തകം. ഹല്ലേലൂയ. സിയോനെ, ഉണർന്ന് എഴുന്നേൽക്കുക. ദൈവമക്കളെ, അതൊരു കൽപ്പനയാണ് പൈതലേ. കമാൻഡ്. ഇമ്പരറ്റീവ് ടെൻസിലായത് എഴുതി, ഇമ്പരറ്റീവ് ആയത്. ഉണർന്ന് എഴുന്നേൽക്കുക. You have no other go. You have to rise up. Hallelujah. എത്ര തകർന്നിരിക്കുന്ന വ്യക്തിയാണെങ്കിലും ശരി, എത്ര തളർന്നിരിക്കുന്ന വ്യക്തിയാണെങ്കിലും ശരി, എത്ര പരാജയപ്പെടുക, കർത്താവ് ഇന്ന് നിനക്ക് തരുന്ന കൽപ്പന ഇതാണ്: ഉണർന്നെഴുന്നേൽക്കുക. വല്ലാത്ത ദുഃഖത്തിന്റെ ഇരുട്ട്, രോഗപീഠയുടെ ഇരുട്ട്, വേദനയുടെ ഇരുട്ട്. ഹല്ലേലൂയ. 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 സിയോനെ, ഉണർന്നെഴുന്നേൽക്കുക. മക്കളെ, ഇന്ന് ഏതവസ്ഥയിലാണ് നീ നിൽക്കുന്നതെന്ന് എനിക്കറിയില്ല. നേതവസ്ഥയിലാണ് നിൽക്കുന്നതെന്ന് അറിയില്ല. ഒരുപക്ഷെ ഒരു തകർച്ചയുടെ ദുരന്തത്തിന്റെ പൈതലാണ് നീ എങ്കിൽ, കണ്ണീർ കടലാണ് നീ എങ്കിൽ, നീ അറിഞ്ഞുള്ളുക, ആ കടലിന്റെ മുകളിലൂടെ നടന്നവനെയാണ് നീ ദൈവം എന്ന് വിളിക്കുന്നത്. ഹല്ലേലൂയ. ആ കടലിന്റെ മുകളിലൂടെ നടന്നവനെയാണ് നീ യേശു കർത്താവ് എന്ന് വിളിക്കുന്നത്. വേറെ പൈതല്, നിന്റെ തകർച്ചയുടെ മേൽ അധികാരമുള്ളവൻ, ഉണർന്ന് എഴുന്നേൽക്കുക. ശക്തി സംഭര, ബി എംപവേർഡ്. അത്യാവശ്യം മക്കളെ, ഞാനും നിങ്ങളൊക്കെ വല്ലാതെ തളർന്നു പോകുന്നത്, ഞാനും നിങ്ങളുമൊക്കെ വല്ലാതെ വീണു പോകുന്നതിന് ഒറ്റ കാരണം, നിനക്ക് ശക്തിയില്ല. സഭ തളരാൻ കാരണം സഭയ്ക്കൊന്നും ശക്തിയില്ല മക്കളെ. പൗരോഹിത്യം വീണു പോകാൻ കാരണം, പൗരോഹിത്യത്തിന് ശക്തിയില്ല. സന്യാസം വീണു പോകാൻ കാരണം, സന്യാസത്തിന് ശക്തിയില്ല. കുടുംബ ജീവിതങ്ങൾ വീണു പോകാൻ കാരണം, കുടുംബ ജീവിതങ്ങൾക്ക് ശക്തിയില്ല. ഹല്ലേലൂയ. അവങ്ങള് ശരിക്കും ഭക്ഷണം കഴിച്ചില്ല എങ്ങനെ ഇരിക്കും? ഞാനൊരു കൊച്ചിനെ ഇന്ന് കണ്ടു. കഴിഞ്ഞ 1 മാസമായിട്ട് ഈ യുവാവ് ഭക്ഷണം കഴിച്ചിട്ടില്ല. കഴിഞ്ഞ 1 മാസമായിട്ട്. അവന് വൈകുന്നേരം ആകുമ്പോൾ എന്തെങ്കിലും അല്പം പൈസയില്ല. ദാരിദ്ര്യത്തിന് അങ്ങേയറ്റവാ. ദൈവമക്കളെ, വല്ലപ്പോഴെങ്കിലും ഒക്കെ ഒരു ദിവസം ഒന്നും കഴിക്കാതൊക്കെ ഇരിക്കണം. പുണ്യമായിട്ടല്ല, അതുപോലെ ഒരുപാട് മനുഷ്യരുണ്ട് ഈ ലോകത്തിൽ. പുണ്യമായിട്ടൊന്നും വേണ്ട, നേർച്ചയായിട്ടൊന്നും വേണ്ട, വെറുതെ അങ്ങ് ഇരിക്കണം. നീ ആരുടെയൊക്കെ കൂടെ കൂട്ടുകൂടാ. വല്ലപ്പോഴെങ്കിലുമൊക്കെ വേദനിക്കുന്നവരുടെ കൂട്ടുകൂടാൻ, സങ്കടപ്പെടുന്നവരുടെ കൂടെ കൂട്ടുകൂടാൻ ചിലപ്പോഴൊക്കെ പോയിരിക്കണം. ആരുമില്ലെങ്കിലും ഏതെങ്കിലും മെഡിക്കൽ കോളേജിന്റെ വാർഡുകളിലൂടെ വെറുതെ ഒന്ന് നടന്നു പോയതല്ലേ, വെറുതെ ഒന്ന്. ആരുമില്ല, നിന്റെ ആരും അവിടെ ഇല്ല. ആ മക്കളെ ഒന്ന് കണ്ടിട്ട് പതുക്കെ. ദൈവമക്കളെ, അതാ ദൈവത്തിന്റെ വഴികൾ. നീ ദൈവത്തെ മണക്കുന്ന, നീ ദൈവത്തെ തൊടുന്ന, ദൈവത്തെ കാണുന്ന സമയമാണ്. ഹല്ലേലൂയ. മക്കളെ, അവിടെയൊക്കെ ദൈവത്തെ വല്ലാതെ നമുക്ക് കാണാൻ പറ്റും. ഹല്ലേലൂയ. ഹല്ലേലൂയ. നീ ശക്തി സംഭരിക്കും. ദൈവ പൈതലേ, നിന്റെ ശക്തി ദൈവവചനമാണ്. നീ വചനം വായിക്കണം, നീ വചനം പഠിക്കണം, നീ വചനം ധ്യാനിക്കണം. ഒരു മകൾ ഇന്ന് പറയുന്നുണ്ടായിരുന്നു, അവള് വിദേശ ഗൾഫ് രാജ്യത്ത് എവിടെ ജോലി കഴിഞ്ഞിട്ടുള്ള മുഴുവൻ സമയം വചനം പറയുന്നൊരു പെൺകൊച്ച. ഞാൻ പറയാറില്ല മക്കളെ, അച്ഛൻ പറയാറില്ല, ധ്യാനഗുരു പറയാറില്ല. ആ മകള് പറയാം, മക്കളെ കരുത്തതാണ്, തീയില് കുരുക്കുക മക്കളെ. മക്കളെ, ഓരോ കുഞ്ഞുങ്ങൾ നമ്മളെ ഓരോന്ന് പഠിപ്പിച്ചു തരിക. ദൈവമൈതലേ, നിന്റെ കരുത്ത് പ്രാർത്ഥനയാ. പ്രാർത്ഥിക്കാത്ത പുരോഹിതൻ വീഴും, പ്രാർത്ഥിക്കാത്ത കന്യാസ്ത്രീ വീഴും, പ്രാർത്ഥിക്കാത്ത കുടുംബങ്ങൾ തകരും. മക്കളെ, വെറുതെ അങ്ങോട്ട് വളരില്ലല്ലോ. വെള്ളം വരണം, വെള്ളം കിട്ടണം, ഓക്സിജൻ വേണം, ജീവൻ കിട്ടണമെങ്കിൽ ജീവൻ സ്വീകരിക്കണം. നമ്മള് ശക്തി പ്രാപിക്കുക. ദിവ്യകാരുണ്യം, ദിവ്യബലി നിന്റെ കരുത്തായിട്ട് മാറണം. ഇന്നൊരു മകള് പറയുന്നത് കേട്ടു, അവളുടെ അപ്പൻ ദിവസവും 4 കുർബാന, പള്ളി മിക്കവാറും കുർബാനകൾ, കുറച്ചധികം കുർബാനകളുള്ള പള്ളിയുള്ള ഒരു ദേശത്ത് താമസിക്കുന്ന ഒരു അപ്പൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോൾ 4 കുർബാനയിൽ പോയി പങ്കെടുക്കുമെന്ന്. അവൾ എന്നിട്ട് പറയാം, അതിൻ്റെ കരുത്താച്ച ഇന്ന് എൻ്റെ ജീവിതം. മക്കളെ, do you feel the necessity of attending 4 masses every day? Do you believe that attending in 4 masses will give you power? അറിവുണ്ടോ മക്കളെ? ഉറപ്പുണ്ടോ?
ഇന്ന് നീ സ്വീകരിക്കുന്ന കുർബാന നിന്റെ ജീവിതത്തിന്റെ കരുത്താണ്, നിന്റെ ജീവിതത്തിന്റെ പടച്ചട്ടയാണ് ഈ കുർബാനയെന്ന് നിനക്ക് ബോധ്യമുണ്ടോ? അടിക്കുന്നവന്റെ കൈയൊടിയത്തേ ഉള്ളു മക്കളെ. കുർബാന സ്വീകരിച്ച ഒരു വ്യക്തി അടിക്കുന്നവന്റെ കൈയൊടി, അതാണ് നിന്റെ കരുത്ത്. പക്ഷെ നീ വല്ലാതെ ഓടും പൈതലേ. ശത്രുവിനെ കാണാൻ വേണ്ട, ഒച്ച കേട്ടാൽ മതി നീ ഓടുവല്ലോ. എന്തേ? ശക്തി സംഭരിക്കാത്തത് കൊണ്ട്. കുടുംബജീവിതത്തിൽ ഒരു ചെറിയ പ്രതിസന്ധി വന്നാൽ പോരെ, വല്ലാതെ നമ്മൾ ഇളകിയാടുക മക്കളെ. ഒരു രോഗത്തെ പറ്റി ആരാണ്ടോ ഏതാണ്ട് സാധ്യതയുണ്ടെന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ തലയുറ്റി വീഴുകല്ലേ. ഹല്ലേലൂയ. ശക്തി സംഭരിക്കുക. കുടുംബങ്ങൾ ശക്തി സംഭരിക്കണം, പൗരോഹിത്യം ശക്തി സംഭരിക്കണം, സന്യാസം ശക്തി സംഭരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തി സംഭരിക്കുക. വിശുദ്ധ നഗരമായ ജെറുസലേമേ, നിന്നെ ദൈവം, നീ ഏതൊക്കെ വഴി പോയാലും, നീ എവിടെയൊക്കെ വീണാലും, നിന്റെ ദൈവം നിന്നെ വിളിക്കുന്നത് വിശുദ്ധനെന്ന. ദൈവത്തിന്റെ സ്നേഹഭാചനങ്ങളും വിശുദ്ധരാകാൻ വിളിക്കപ്പെട്ടവരുമേ എന്ന് പൗലോസ് അപ്പോസ്തലൻ വിളിക്കുന്നുണ്ട്. ഹല്ലേലൂയ. പൗരോഹിത്യത്തിന് വിശുദ്ധിയുണ്ട്, സന്യാസത്തിന് വിശുദ്ധിയുണ്ട്, കുടുംബ ജീവിതത്തിന് വിശുദ്ധിയുണ്ട്. വിശുദ്ധി ഇല്ലാതാകുമ്പോൾ പൗരോഹിത്യം പൗരോഹിത്യമല്ല, സന്യാസം സന്യാസമല്ല, കുടുംബജീവിതം കുടുംബജീവിതമല്ല. ഹല്ലേലൂയ. മക്കളെ, അല്ലേ, നമുക്ക് ആരോഗ്യം കുറയുമ്പോഴല്ലേ അസുഖങ്ങളൊക്കെ വരുന്നത്. ഇമ്മ്യൂണിറ്റി പവർ കുറയുക എന്ന് പറയുമല്ലേ. ഒരു ചെറിയ കാറ്റടിച്ചാൽ മതി ജലദോഷം വരും. എന്ന് ജലദോഷമാണ് മക്കളെ, എല്ലാവർക്കും ഒന്ന് ജലദോഷമാണ്. എന്ന് എല്ലാവർക്കും ഇമ്മ്യൂണിറ്റി പവർ ഇല്ല, ഇമ്മ്യൂണിറ്റി ഇല്ല. നിനക്ക് ചെറുത്തു നിൽക്കാനുള്ള കാര്യത്തില്ല. ഒരു ചെറിയ കാറ്റ്, ഒരു ചെറിയ മഴ, ഒരു ചെറിയ വെയിൽ മതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധ നഗരമായ ജെറുസലേം, വിശുദ്ധിക്ക് വേണ്ടി ഒരു നിലനിൽപ്പ് വേണം മക്കളെ. ഇന്റർനെറ്റിലും ഫേസ്ബുക്കിലും അവിടെ ഇവിടെയൊക്കെ അതും ഇതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നീ അത് കഴിക്കേണ്ട കാര്യമൊന്നുമില്ല മക്കളെ. വിഷം വിളമ്പുമ്പം വിഷം വാരിക്കഴിക്കുന്ന നിർബന്ധമൊന്നുമില്ല. വിഷം കഴിച്ച് തകരുന്ന കുടുംബങ്ങൾ ഒരുപാടുണ്ട്, വിഷം കഴിച്ച് തകർന്ന ഒരുപാട് വ്യക്തികളുണ്ട്. അശ്ലീല സൈറ്റുകളിലേക്കൊക്കെ വല്ലാതെ കയറുമ്പോ ഓർത്തോളം, അത് പിശാചിന്റെ കണി. ആ പിശാച് നിന്നെ കൊണ്ടേ പോകത്തുള്ളൂ. ആ പിശാചത്തിന്റെ തല തകർത്ത് കളയും മക്കളെ. എത്രയോ മക്കൾ കണ്ണീരോടെ വന്ന് പ്രാർത്ഥിക്കാറുണ്ടെന്നറിയാമല്ലോ. ചില മക്കൾ കൊണ്ടുവന്ന് ഇത് മൊബൈൽ ഫോണൊക്കെ കൊണ്ടുവന്ന് വ്യഞ്ചരിപ്പിച്ചുകൊണ്ട് പോകുന്ന കാണാൻ പറ്റും. രക്ഷപ്പെടണം. ഇല്ല വൈദ്യ, അത്ര എളുപ്പമൊന്നും അല്ല അത്. അത്ര എളുപ്പമൊന്നും ഒരിക്കൽ തലവെച്ച് കൊടുത്ത അത്ര എളുപ്പമൊന്നും അല്ലാതെ നീ അതിന് കഠിനമായിട്ട് പ്രയത്നം ചെയ്യേണ്ടി വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരുപാട് അനുഗ്രഹങ്ങളും ഒരുപാട് കൃപകളും അവിടെ തട്ടി മുടങ്ങി പോകുന്നുണ്ട് മക്കളെ. ഹല്ലേലൂയ. ഒരുപാട് കുടുംബങ്ങൾ അവിടെ തകർന്നു വീണിട്ടുണ്ട്. ഹല്ലേലൂയ. വിശുദ്ധ നഗരമായ ജെറുസലേമേ, നിന്റെ മനോഹരമായ വസ്ത്രങ്ങൾ അണിയുക. നിന്റെ പരിത്യാഗവും നിന്റെ കണ്ണീരും നിന്റെ പ്രാർത്ഥനയും നിന്റെ വിശ്വാസവും നിന്റെ ദൈവവചന പഠനവും നിന്റെ പ്രാർത്ഥനയും ഒക്കെയാകുന്ന വിശുദ്ധ വസ്ത്രം. ഹല്ലേലൂയ. വിശുദ്ധ വസ്ത്രം തുന്നണം മക്കളെ. നാളെ കുർബാനയ്ക്ക് പോകാൻ വേണ്ടി ഇന്ന് വിശുദ്ധ വസ്ത്രം തുന്നണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിനൊക്കെ ഒരു അച്ഛൻ ക്രിസ്മസിന് ഇടവകക്കാരോട് പറഞ്ഞു കൊടുത്തു, ഈ വർഷം നമ്മുടെ ഇടവകയിൽ ആരും പുൽക്കൂട് ഉണ്ടാക്കുന്നില്ല. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ക്രിസ്മസ് ട്രീയാ, പുൽക്കൂടില്ല. ക്രിസ്മസ് ട്രീ മാത്രമേ ഉള്ളൂ. അതിനകത്തൊന്നും തൂക്കിയിട്ടേക്കല്ല. എന്തെങ്കിലും പുണ്യം ചെയ്താൽ, നന്മ ചെയ്താൽ ഒരു കളർഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും തൂക്കിയിട്ടു. മക്കളെ, ക്രിസ്മസ് ആകുമ്പോൾ നീ ക്രിസ്മസിന് വേണ്ടി എന്തോരം ഒരുങ്ങി എന്നുള്ളത് നിനക്കറിയാൻ പറ്റും. അതേ മക്കളെ, നീ നിന്റെ ജീവിതത്തെ, നീ നിന്റെ വസ്ത്രത്തെ മനോഹരമാക്കുന്നത് നിന്റെ പുണ്യപ്രവർത്തി കൊണ്ടായിരിക്കണം, നിന്റെ വിശുദ്ധ പ്രവർത്തി കൊണ്ടായിരിക്കണം. ദൈവാരാധനയ്ക്ക് ഒരു വിശുദ്ധ വസ്ത്രം വേണം മക്കളെ. പിന്നെ എന്നതേണ്ടേ, അച്ഛൻ സർപ്ലീസ് ഇട്ടിരിക്കുക, കുത്തിഞ്ഞ രണ്ടാമത്തെ സ്റ്റോളിട്ടിരിക്കുക, പൗരോഹിത്യ വസ്തുവ. ഇതില്ലാതെ ഒരു പുരോഹിതൻ എന്ന് പറയുമ്പോൾ ഓർത്തണം, അധികാരത്തോടല്ല അച്ഛൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കണേ. അധികാരത്തോടല്ല അച്ഛൻ. ഇത് അച്ഛൻ പൗരോഹിത്യത്തിൻ്റെ അധികാരത്തോടെ പഠിപ്പിച്ചുകൊണ്ട് നിൽക്കുക. ദൈവ പൈതലേ, നീ വിശുദ്ധ വസ്ത്രമില്ലെങ്കിൽ പിശാച് നിന്റെ തലക്കടിച്ച് വീഴ്ത്തും. നിനക്ക് വിശുദ്ധ വസ്ത്രമില്ലെങ്കിൽ പിശാച് നിന്റെ തലക്കടിച്ച് വീഴ്ത്തും. നീ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി, നാളെ ഒരു ദിവ്യബലിക്ക് വേണ്ടി ഒരുങ്ങുമ്പോൾ നിനക്ക് വിശുദ്ധ വസ്ത്രം ഉണ്ടാവണം. നീ ചിന്തിക്കണം, നാളെ ഏത് വസ്ത്രം ഇട്ടുകൊണ്ടാ നീ മടക്കി വെച്ചിരിക്കുന്ന മുണ്ടിന്റെ ഷർട്ടിന്റെ കഥയല്ല പറയുന്നത്. നീ ഏതൊക്കെ ത്യാഗങ്ങള്, ഏതൊക്കെ പ്രാർത്ഥനകള്, ഏതൊക്കെ പരിത്യാഗങ്ങൾ അനുഭവിച്ചിട്ടാ നീ നാളെ കുമാരിക്ക് പോകുന്നതെന്ന്. ചുമ്മാ അതൊന്നും ചെയ്യല്ലേ മക്കളെ. അതുകൊണ്ടല്ല അച്ഛൻ എല്ലാ ആഴ്ചയും പറയണേ ഉപവാസം എടുക്കാൻ. നിനക്ക് ഉപവാസത്തിന്റെ വസ്ത്രം വേണം. ഈ ശുശ്രൂഷ പങ്കെടുക്കുമ്പോൾ
നിനക്ക് കാരുണ്യത്തിന്റെ, നിനക്ക് പരിത്യാഗത്തിന്റെ ഒരു വസ്ത്രം വേണം ഈ ശുശ്രൂഷ പങ്കെടുക്കുമ്പോൾ. ഹല്ലേലൂയ. ആരും തൊടില്ല മക്കളെ, ഒരു തിന്മയും നിന്നെ തൊടില്ല, ഒരു ശത്രുവും നിനക്കെതിരെ പ്രബലപ്പെടുകയില്ല. നിന്റെ മനോഹരമായ വസ്ത്രങ്ങൾ അണിയുക. മക്കളെ, ഒരമ്മ പറഞ്ഞു വെച്ച കാര്യം ഞാൻ ഓർക്കുക. എന്നെ വല്ലാതെ വിഷമിപ്പിച്ചു പോയൊരമ്മയാണ് അവർ. അതുകൊണ്ട് മനസ്സിലേക്ക് ഹോണ്ടിയത് വീണ്ടും വീണ്ടും വരുന്നു. തൻ്റെ മകൻ വഴിപിഴച്ച് പോയപ്പോൾ അവനെ ഒന്ന് നന്നാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അമ്മ എൻ്റെ അടുത്ത് കൊണ്ടൊന്ന് വിട്ടിരിക്കുക. ഞാൻ ഉപദേശങ്ങൾ ഓരോന്നും കൊടുത്തുകൊണ്ടിരിക്കുക. അവസാനം അമ്മയെ വിളിച്ചിട്ട് പറഞ്ഞു, ഇവന് പറയാണ്ടല്ല ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അമ്മ പറഞ്ഞാ അധികമൊന്നും പറഞ്ഞു കൊടുക്കണ്ട അച്ഛാ, ഒറ്റ കാര്യം പറഞ്ഞാൽ മതി. ദൈവത്തിൻ്റെ കൈക്ക് പിടിച്ചാൽ, ദൈവത്തെ വിളിച്ചപേക്ഷിച്ചാൽ ഇവന്റെ പ്രശ്നം തീരുമെന്ന്. ഇതിലും വലിയ കെണിയിൽ പോയി പെട്ടതാ. അന്ന് ഞാൻ കണ്ണീരോടെ പ്രാർത്ഥിച്ച ഇവനെ രക്ഷിച്ചതാ. ഹല്ലേലൂയ. നിന്റെ വിശുദ്ധ വസ്ത്രം നിനക്ക് സംരക്ഷണമാണെന്ന്. ഹല്ലേലൂയ. അപരിച്ഛേദിതനും അശുദ്ധനുമായി നിനക്കിനി ബന്ധമില്ല, മേലിൽ നിനക്ക് ബന്ധമില്ല. അതേ ദൈവമക്കളെ, ദൈവവുമായിട്ട് ബന്ധമില്ലാത്തൊരു വ്യക്തിയുമായിട്ട് എനിക്ക് ബന്ധമില്ല. ദൈവവുമായിട്ട് നിനക്ക് ബന്ധമില്ലെങ്കിൽ എനിക്ക് ബന്ധമില്ല. ഞാൻ ഓർക്കുക, ഒരിക്കൽ വിദേശത്തുനിന്ന് ഒരു വ്യക്തി വന്നു. എൻ്റെ ഒരു സുഹൃത്താണ്, ഞാൻ പഠിച്ച സ്ഥലത്തു നിന്നാണ് വന്നത്. അദ്ദേഹത്തെ ഒരു തരത്തിൽ മെരിക്കൊക്കെ മാമോദിസ ഉണ്ടായിരുന്നു. പള്ളിയിലൊക്കെ കൊണ്ടുപോയി പ്രാർത്ഥിച്ചതിൻ്റെ കൂടി കുറച്ച് പ്രാർത്ഥനയൊക്കെ ആരംഭിച്ചു. കഴിഞ്ഞ തവണ നാട്ടിൽ വന്നപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇപ്പം പള്ളിയിൽ പോക്കൊന്നും ഇല്ലെന്നേ. എന്തിനാ പള്ളിയിൽ പോകുന്നത്? പ്രപഞ്ചത്തിൽ പോയി ആകാശത്തോട്ട് നോക്കിയാൽ ദൈവത്തെ കാണാം, മലയുടെ മുകളിൽ പോയിരുന്ന് മുകളിലോട്ട് നോക്കിയാൽ ദൈവത്തെ കാണാൻ പറ്റും. ഇപ്പം ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ളവരൊക്കെ അങ്ങനെയാണ്. ഈ ഗ്രൂപ്പ് രൂപതയിലെ കുറച്ചധികം കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് സഹായം തരുന്നുണ്ട്. ദൈവമക്കളെ, ഈ മനുഷ്യരിങ്ങനെ വിവരങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ കൂടെ പോയൊരു ചിന്ത. ഞാൻ ഇയാളോട് പറഞ്ഞു, നിനക്ക് ക്രിസ്തുവുമായിട്ടുള്ള ബന്ധമില്ലെങ്കിൽ നിൻ്റെ സഹായവും വേണ്ട എനിക്ക്. അത് പറയാൻ ഞാൻ ആരുമല്ല, എൻ്റെ മെത്രാൻ അത് പറയണ്ടേ. ഞാൻ അവനോട് പറഞ്ഞു, നിനക്ക് ക്രിസ്തുവും ദേവാലയവുമായിട്ട് ബന്ധമില്ലെങ്കിൽ നിന്റെ സഹായം ഇന്ന് നിർത്തിക്കോ. അയാളെന്നെ നോക്കി, എന്നെ ഒന്ന് നോക്കി. കുറച്ച് നേരം കഴിഞ്ഞപ്പം കരച്ചിലും ബഹളമൊക്കെ ആയി. നീ എന്നോട് ക്ഷമിക്കും. ഞാൻ പറഞ്ഞു, കുഞ്ഞെ, എൻ്റെ ആൾത്താരയുടെ അടുക്കൽ മിസ്റ്റർ ഡൊമിനിക്, if you are not there you have no relationship with me. എൻ്റെ ആൾത്താരയുടെ അടുക്കൽ നീ നിൽക്കുന്നില്ലെങ്കിൽ നിന്റെ സഹായം വിതരണം ചെയ്യാൻ എനിക്ക് മനസ്സില്ല. നീ ക്രിസ്തുവിനെ പ്രതി അല്ല ഇത് ചെയ്യുന്നെങ്കിൽ നിന്റെ സഹായത്തിന്റെ കയ്യിലിരിക്കട്ടെ. മക്കളെ, എൻ്റെ പൗരോഹിത്യം ജ്വലിച്ചൊരു നിമിഷമായിട്ട് ഞാൻ കാണുക. മേ ബി 25 കൊല്ലം പൗരോഹിത്യം ജീവിച്ചിട്ട് കോംപ്രമൈസ് ഇല്ലാതെ എന്നൊരു മിനിറ്റ് അതാണെന്നാണ് എനിക്ക് തോന്നണേ. ഞാൻ പറഞ്ഞു, അവസാനം അയാൾ എന്നോട് ക്ഷമ പറഞ്ഞു വെച്ചു പോയി. ഞാൻ പറഞ്ഞു, കൂട്ടുകാരാ, നമ്മൾ രണ്ട് സ്വർഗത്തിലില്ലെങ്കിൽ ഈ ഭൂമിയിലെ കൂട്ടെന്തിനാ? നമുക്ക് 2 പേർക്ക് ഒന്നിച്ച് സ്വർഗത്തിൽ. ഒരു നല്ല മനുഷ്യനായ അയാൾ പുണ്യാളൻ ടൈപ്പാ, ഒരു പുണ്യാളൻ ടൈപ്പ് മനുഷ്യനാണ്. പക്ഷെ പെട്ടെന്ന് ഈ കാലഘട്ടത്തിന് മാറ്റങ്ങൾ, സംസ്കാരത്തിന്റെ മാറ്റങ്ങൾ, അയാളുടെ കൂട്ടുകാരുടെ മാറ്റങ്ങൾ, അല്ലെങ്കിൽ പള്ളിയിൽ നിന്ന് കിട്ടിയ ചില ദുരനുഭവങ്ങൾ, അച്ഛന്മാരിൽ നിന്ന് കിട്ടിയ ദുരനുഭവങ്ങൾ അയാളെ ദേവാലയത്തിൽ നിന്ന് മാറ്റി. പക്ഷെ ഇവിടെ ഈ മലയാള നാട്ടിലെ ഒരു പൊട്ടം വൈദികൻ നിന്ന് പറഞ്ഞു, നിന്റെ പൈസ നിന്റെ കയ്യിലിരിക്കട്ടെ, ക്രിസ്തു തരാത്ത പൈസയൊന്നും എനിക്ക് വേണ്ട. ദൈവമക്കളെ, അത് അപരിച്ഛേദിതൻ എന്ന് പറഞ്ഞ ദൈവവുമായിട്ട് ബന്ധമില്ലാത്തവൻ, ദൈവവുമായിട്ട് ഉടമ്പടിയില്ലാത്തവൻ, അവരുമായിട്ട് നീ കൂട്ടുകൂടരുത്. മക്കളെ, ദൈവവുമായിട്ട് ബന്ധമില്ലാത്ത ഒരു പ്രസ്ഥാനത്തിൽ നിന്ന് നീ സമ്പത്ത് സ്വീകരിക്കല്ല, നീ വരുമാനം ഉണ്ടാക്കല്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ഒരു ബന്ധത്തിലേക്ക് നീ ഇറങ്ങിച്ചല്ലല്ല. ദൈവം തരാത്ത ഒരു സമ്പത്ത് നീ സ്വീകരിക്കല്ല. ദൈവം തരാത്ത ഒരു ലാഭം നീ സ്വീകരിക്കരുത്. ഹല്ലേലൂയ, സ്വയമേറി പറഞ്ഞേ. അപരിച്ഛേദിതനും അശുദ്ധനും തമ്മിൽ ഇനി നിനക്ക് ബന്ധമില്ല. മക്കളെ, കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇങ്ങനെയൊക്കെയാണോ പറയേണ്ടത്? അങ്ങനെ തന്നെയാ മക്കളെ. ദൈവവുമായിട്ട് ബന്ധമില്ലാത്തവനുമായിട്ടാണ് നീ കൂടുന്ന അനേക കുഞ്ഞുമക്കളുടെ കഥയായത്. കഴിഞ്ഞ ദിവസങ്ങളിൽ, ഏതാനും ദിവസങ്ങളിൽ കേട്ട കൗൺസിലിങ്ങും പ്രാർത്ഥിക്കാൻ വന്നവരൊക്കെ പറഞ്ഞത് കേട്ട് ഞെട്ടിപ്പോയി മക്കളെ. നമ്മുടെ ഒരുപാട് കുഞ്ഞുമക്കൾ നടക്കുന്ന വഴികൾ, മദ്യവും മയക്കമരുന്ന്, അതിനപ്പുറത്തുള്ള ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന നമ്മുടെ കുഞ്ഞുമക്കൾ. ഒരു കൊച്ചൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വന്നു, വേറെ ഏതോ യൂണിവേഴ്സിറ്റി, ദൂരെ എവിടെ യൂണിവേഴ്സിറ്റി ഇല്ല, ഇന്ത്യയിൽ തന്നെയാണ്. അവൻ പറഞ്ഞ, എൻ്റെ അച്ഛാ, രാത്രി ആയിക്കഴിഞ്ഞാൽ എല്ലാവരും ഇഞ്ചക്ഷൻ എടുത്തുകൊണ്ടിരിക്കുക.
ഞാൻ ഉറങ്ങുമ്പോൾ അവന്മാർക്ക് രാത്രിയിൽ എനിക്ക് 5 പേര് കിടക്കുന്നൊരു മുറിയിലാണ്, 4 പേരും മയക്കുമരുന്ന് കഴിച്ചിട്ടാണ് കയറുന്നത്. എപ്പോഴാ എൻ്റെ ദേഹത്ത് യുവർ ചിൽഡ്രൻ ആർ നോട്ട് സേഫ് മൈ ഡിയർ ചിൽഡ്രൻ, മൈ ഡിയർ പേരൻസ് യുവർ ചിൽഡ്രൻ ആർ നോട്ട് സേഫ്. നിന്റെ കുഞ്ഞ് വിദേശത്തും വിദൂരത്തുമായിട്ടുള്ള കുഞ്ഞ് സുരക്ഷിതനല്ല എന്ന് നീ ഓർത്തോ. മക്കളെ, അച്ഛൻ ആ ഒരു കാര്യം മാത്രം, ബാക്കി കാര്യങ്ങൾ നിങ്ങൾ ചിന്തിച്ചെടുത്തു. കാലത്തിന്റെ അതാണ്, അശുദ്ധനുമായിട്ടും അപരിച്ഛേദിതനുമായിട്ടും നിനക്ക് ബന്ധമില്ല. അവിടെ വേണ്ടെങ്കിൽ വേണ്ട പഠിത്തം നിർത്തുന്നീയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ബന്ധനസ്ഥയായ ജെറൂസലേമേ, ഹു ഈസ് ജെറൂസലേം? ദൈവത്തിന്റെ വീടാ, ദൈവത്തിന്റെ മക്കളുടെ പേരാ ജെറൂസലേം. ഇന്ന് ദൈവത്തിന്റെ മക്കൾ കെട്ടപ്പെട്ടിരിക്കുന്നു. ലോകം വല്ലാതെ നമ്മളെ കെട്ടുന്നു മക്കളെ, നമ്മൾ വല്ലാതെ കോംപ്രമൈസുകൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ബന്ധനസ്ഥയായ ജെറൂസലേം, കെട്ടുകളുണ്ടെങ്കിൽ ഇന്ന് പൊട്ടുമെന്ന കർത്താവ് പറയുന്നേ. പൊടിയിൽ നിന്ന് തട്ടിക്കുടഞ്ഞെഴുന്നേക്ക്, പൊടി കിടക്കുക മക്കളെ. സിംഹാസനത്തിൽ ഇരിക്കേണ്ട രാജകുമാരന്മാരും രാജകുമാരിമാരും ഇന്ന് പൊടിയിൽ കിടക്കുക. അതേപോലെ വല്ലാതെ പൊടിയിൽ കിടക്കുന്നത് പാമ്പാ. നീ പൊടി കൊണ്ട് ഭക്ഷണം കഴിക്കുമെന്ന് പിശാചിന് കർത്താവ് കൊടുത്ത കൽപ്പനയാ. നീ പൊടിയിൽ നിന്ന് ഭക്ഷണം കഴിക്കും. ഇന്നും മനുഷ്യൻ പൊടിയിൽ നിന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക. അതാണ് നമുക്ക് സുഖം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ബന്ധനസ്ഥയായ സിയോൻ പുത്രി, വീണ്ടും കർത്താവ് പറയുക, ബന്ധനസ്ഥ പലതരത്തിലുള്ള ബന്ധനങ്ങളാ. നിന്റെ കഴുത്തിലെ കെട്ടുകൾ പൊട്ടിക്കുക. അങ്ങോട്ട് വലിച്ച അങ്ങോട്ട്, ഇങ്ങോട്ട് വലിച്ച ഇങ്ങോട്ട്, അങ്ങോട്ട് വലിച്ച അങ്ങോട്ട്. ഈജിപ്തുകാർ വലിച്ച ഈജിപ്തിലേക്ക്, ഇതാ അസീറിയക്കാർ വലിച്ച അസീറിയയിലേക്ക്, ബാബിലോൺകാർ വലിച്ച ബാബിലോണിലേക്ക്, മദ്യപാനം വലിച്ച അങ്ങോട്ട്, ഇത് വലിച്ച ഇങ്ങോട്ട്, അത് വലിച്ച അങ്ങോട്ട്, അങ്ങോട്ടും ഇങ്ങോട്ട് കിടന്ന് വലിച്ചിട്ടുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ, അവങ്ങളെ കഴുത്തിലെ കെട്ടുപൊട്ട. നിന്റെ കുടുംബ ജീവിതത്തെ തകർക്കുന്ന ഒരു ബന്ധമാണെങ്കിൽ നീ ഇത് വലിച്ചു പൊട്ടിച്ചേ പറ്റത്തുള്ളൂ. നിന്റെ പൗരോഹിത്യത്തെ തകർക്കുന്ന ഒരു കാര്യമാണെങ്കിൽ നീ അത് പൊട്ടിച്ചേ പറ്റത്തുള്ളൂ. നിന്റെ സന്യാസത്തെ തകർക്കുന്ന ഒരു ബന്ധനമാണെങ്കിൽ അതിന് നീ പൊട്ടിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ബന്ധനസ്ഥയായ ജെറൂസലേമേ, നിന്റെ കഴുത്തിലെ കെട്ടുകൾ, അടുത്ത കമാൻഡാ മക്കളെ. കഴുത്തിൽ നിന്റെ യൗവനത്തിന് നിരക്കാത്തത്, നീ ഒരു ദൈവ പൈതലായി ജീവിക്കുന്ന തടസ്സമായിട്ട് നിന്റെ കഴുത്തിൽ കിടക്കുന്ന കെട്ടുകൾ നീ പൊട്ടിച്ചേ പറ്റൂ. കർത്താവ് അരുളി ചെയ്യുന്നു, വില വാങ്ങാതെ നിങ്ങൾ വിൽക്കപ്പെട്ടു. അതേ നഷ്ടം വീണു പോവില്ലേ മക്കളെ? സുന്ദരമായിട്ടൊരു കുടുംബജീവിതം ഒക്കെ ആരംഭിച്ചിട്ട് ഇന്ന് 2 പേരും 2 വഴിക്കാം, 2 പേരും 2 വീട്ടിലാണ്. എന്ത് സങ്കടവും മക്കൾ. കുടുംബത്തിനൊക്കെ തിരുനാൾ കഴിഞ്ഞ് നിൽക്കുമ്പോൾ എന്നെ ഈ തിരുക്കുടുംബത്തിന് തിരുനാൾ വല്ലാതെ വിഷമിപ്പിച്ചിട്ടുണ്ട് ഈ വർഷം. കാരണം കുറച്ചധികം കുടുംബ പ്രശ്നങ്ങൾ എൻ്റെ മനസ്സിലേക്ക് വന്നപ്പോൾ ചിന്തിക്കാത്ത, സ്വപ്നം കാണാത്ത കാര്യങ്ങളാണ് പല കുടുംബങ്ങളിൽ സംഭവിക്കുന്നത്. പല കുടുംബങ്ങളിൽ സംഭവിക്കുന്നത് അമ്മയും മകൾക്കും കൂടെ അപ്പന്റെ കൂടെ താമസിക്കാൻ പറ്റാത്ത അവസ്ഥകള് തിരുക്കുടുംബങ്ങളിൽ സംഭവിച്ചു കൊണ്ടിരിക്കുക. ആരാരെ വിശ്വസിക്കുന്ന പറയണേ? ഹല്ലേലൂയ, ഹല്ലേലൂയ. മക്കളെ, കർത്താവ് തട്ടി ഉണർത്തുക. ഇന്ന് ഇതാ നിന്റെ കഴുത്തില് വില വാങ്ങാതെ നീ വെറുതെ പൊക്കോളും. പിശാച് വെറുതെ കൊണ്ടുപോക്കോളും മക്കളെ, പിശാച് വെറുതെ. പക്ഷേ ഇതാ അവന്റെ രക്തം കൊണ്ട് നീ വില കൊടുക്കാതെ നിന്നെ ഞാൻ വീണ്ടെടുക്കുമെന്ന്, കുഞ്ഞാടിന്റെ രക്തം കൊണ്ട് നീ കഴുകപ്പെടുമെന്ന്, കുഞ്ഞാടിന്റെ രക്തത്തെ നിനക്ക് ജീവൻ കിട്ടുമെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മക്കളെ, ഇന്ന് കർത്താവിന്റെ സന്നിധിയിൽ ഇന്ന് ഒരു 5 മിനിറ്റ് നിനക്ക് കരയാൻ പറ്റുമോ? ഇന്ന് ദൈവ സന്നിധിയിൽ ഒരു 5 മിനിറ്റ് വാവിട്ട് നിലവിളിക്കാൻ പറ്റും. അല്പം കഴിയുമ്പോൾ ദീപികാരന്റെ സന്നിധിയിൽ ഇരുന്ന് ഒരു 5 മിനിറ്റ് വാവിട്ട് നിലവിളിക്കാമോ? നീ പൗരോഹിത്യത്തിന്റെ പുതിയ കരുത്ത്, സന്യാസത്തിന്റെ പുതിയ കരുത്ത്, കുടുംബജീവിതത്തിന്റെ പുതിയ അഭിഷേകം നീ ഇന്ന് പ്രാപിക്കും. ഹല്ലേലൂയ. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, താൽക്കാലിക വാസത്തിന് എൻ്റെ ജനം ഈജിപ്തിലേക്ക് പോയി. ദൈവം വിട്ടുകൊടുക്കില്ല മക്കളെ. 2000 വർഷം കഴിഞ്ഞും സഭ നിന്നത് ദൈവം വിട്ടുകൊടുക്കാഞ്ഞുകൊണ്ട്, ഒരു മനുഷ്യൻ്റെ പുണ്യം കൊണ്ടല്ല മക്കളെ. ദൈവം വിശുദ്ധരെ ഉയർത്തിക്കൊണ്ടിരുന്നു. കർത്താവ് താൽക്കാലികമായിട്ടൊരു തകർച്ച ഞാൻ അനുവദിച്ചു, താൽക്കാലികമായിട്ടൊരു വീഴ്ച ഞാൻ അനുവദിച്ചു, താൽക്കാലികമായിട്ടൊരു പരാജയം ഞാൻ അനുഭവിച്ചു. ദൈവ പൈതല്, ഇന്ന് നീ ഒരു തകർച്ചയിലോ ദുഃഖത്തിലോ ദുരിതത്തിലോ ആണെങ്കിലോ, ഇറ്റ് ഈസ് ഫോർ എ ഷോർട്ട് വൈൽ. താൽക്കാലികമായിട്ട് നിനക്ക് ഈ ദുഃഖം, ഇപ്പോ താൽക്കാലികമായിട്ട് നിനക്ക് ഈ തകർച്ച, താൽക്കാലികമായിട്ട് നിനക്ക് ഈ പരാജയം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. താൽക്കാലിക മക്കള്, ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിലെ ദുരന്തങ്ങൾ ഫോർ എ ഷോർട്ട് വൈൽ, ടെമ്പററി ഇറ്റ് ഈസ് അറേഞ്ച്ഡ്. ഒരു കുറച്ച് കാലത്തേനേ ഉള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവസാന വാക്യങ്ങളിലേക്ക് വരാം. ഇതാ
തിരുവചനം പറയുക എന്തേ ഇങ്ങനെ സംഭവിച്ചത്? എൻ്റെ നാമം നിത്യവും ഇടതടവില്ലാതെ നിന്ദിക്കപ്പെടുന്നു. കർത്താവിന്റെ നാമം അപമാനിക്കപ്പെടുന്നു, കർത്താവിന്റെ നാമം അവഹേളിക്കപ്പെടുന്നു. ആരാ ചെയ്യണേ? ഈ അച്ഛൻ, ഈ സിസ്റ്റർ, ഈ മക്കള്. വെളിയിൽ നിന്ന് ആരുമല്ല മക്കളെ, മറ്റൊരു ജാതിക്കാരുമല്ല കർത്താവിന്റെ നാമം അവഹേളിക്കുന്നത്. ഞാൻ നിങ്ങളോരോരുത്തർ ഒന്ന് ആലോചിച്ചേ, എന്ന് മുട്ടുകുത്തണം ദിവ്യകാരൻ്റെ സന്നിധിയിൽ. കർത്താവ് തിരുവചനം എഴുതി വെച്ച് അച്ഛൻ കൂട്ടി വായിച്ചൊന്നുമല്ല. യെശയ്യാ വചനം 52 അധ്യായത്തിൻ്റെ 5-ാമത്തെ വചനമാണ്. എൻ്റെ നാമം നിത്യവും ഇടതടവില്ലാതെ നിന്ദിക്കപ്പെടുന്ന കർത്താവിൻ്റെ നാമം എപ്പോഴും വിളിച്ചു പ്രാർത്ഥിക്കണമെന്ന് പറയുന്നത്. ലോകമെമ്പാടും ഒരു കുഞ്ഞ് അബോർഷൻ ചെയ്യപ്പെടുമ്പോ, ഒരു മദ്യപാനി മദ്യപിച്ച തെരുവിൽ വീഴുമ്പോ, ഒരു പുരോഹിതന് തെറ്റുപറ്റുമ്പോ, ഒരു കന്യാസിക്ക് വീഴ്ച പറ്റുമ്പോ, ഒരു വിശുദ്ധ കുടുംബം തകരുമ്പോ കർത്താവിന്റെ നാമം നിന്ദിക്കപ്പെടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ രാത്രി വാവിട്ട് കരയാനുള്ള രാത്രിയാ മക്കളെ. ഈ രാത്രി നിലവിളിച്ചാല് നിന്റെ ജീവിതത്തിലേക്ക് രക്ഷയുടെ അനുഭവം ഉണ്ടാവും. ഹല്ലേലൂയ. അടുത്ത വാക്യം കേട്ടോ. എന്നാൽ എൻ്റെ നാമം എൻ്റെ ജനം അറിയാൻ പോകുന്നു. എൻ്റെ ജനം എൻ്റെ നാമം അറിയും. അതേ മക്കളെ, രക്ഷയ്ക്കൊറ്റ നാമം, യേശുവെന്ന നാമം. നീ എപ്പോ യേശു നാമം പറഞ്ഞു തുടങ്ങുന്നുവോ, ഏത് സമയത്ത് നീ യേശു നാമം വിളിച്ചു പറയുന്നോ, ആ സമയത്ത് നീ എൻ്റെ നാമം അറിയും. ഞാൻ തന്നെയാണ് സംസാരിക്കുന്നതെന്ന് ആ ദിവസം അവർ അറിയും. ഇതാ ഞാനിവിടെ തന്നെയുണ്ട്. നീ യേശു എന്ന നാമം പറയുമ്പോൾ യേശു നിന്നെ കോരിപ്പിടിക്കുമെന്ന്. യേശു എന്ന നാമം നീ വിളിക്കുമ്പോൾ നിന്നെ യേശു വാരിപ്പിടിക്കുമെന്ന്. രാവിലെ ഒരു അമ്മയും മോളും കൂടെ ആൾക്കാരെ വന്നു. അമ്മയും മോളും കുഞ്ഞും കൂടെ ആൾക്കാരെ വന്നു. ഈ പെൺകുട്ടി വളരെ സീരിയസ് ആയിട്ടുള്ളൊരു കണ്ടീഷൻ, ഇപ്പോൾ വല്ലാത്ത ബ്ലീഡിങ്ങും പ്രശ്നങ്ങളും ഒക്കെ ആയിട്ടിരിക്കുക. ഈ പെങ്കൊച്ച് പറയുന്നുണ്ട്, എനിക്ക് വെഞ്ചരിച്ച വെള്ളം, ഡോക്ടർമാർ എന്ത് മരുന്ന് കൊടുത്തിട്ടും ബ്ലീഡിംഗ് ഒന്നും നിൽക്കുന്നില്ല. അവൾ പ്രാന്തിയെ പോലെ കിടന്ന് ബഹളം വെച്ചുകൊണ്ടിരിക്കുക. മാതാപിതാക്കൾക്ക് പോലും തോന്നി അവൾക്ക് പ്രാന്താണെന്ന്. അവൾ പറഞ്ഞ് എനിക്ക് വെഞ്ചരിച്ച വെള്ളം ഇപ്പം കിട്ടണമെന്ന് പറഞ്ഞ് അവൾ ബഹളം വെക്കുക. എന്ത് വെള്ളമാകാമെന്ന് ഡോക്ടർമാർ ചോദിച്ചു. അതപ്പം കൊടുക്കാൻ പറ്റത്തില്ല, അവർക്ക് എന്ത് പ്രശ്നങ്ങളുണ്ട്. പക്ഷേ അവർ അവസാനം വരെ കൊടുക്കാൻ പറഞ്ഞു. ദൈവമക്കളെ, അവൾക്ക് മനസ്സിൽ ഒരൊറ്റ ചിന്തയുള്ളൂ, യേശു എന്ന ചിന്ത. അവൾക്ക് മനസ്സിൽ ഒറ്റ നാമമേ ഉള്ളൂ, യേശു എന്ന നാമം. അവൾ സാക്ഷ്യപ്പെടുത്തി. ആ നിമിഷം മുതൽ അവളുടെ ഹാർട്ട് ബീറ്റ് നോർമൽ ആവുന്നു. അവളുടെ ശരീരത്തിന്റെ പ്രവർത്തികളൊക്കെ നോർമലായി തീരും. നീ എന്റെ നാമം അറിയുമ്പോ നിന്റെ ജീവിതം നോർമലാവും. നീ എന്റെ നാമം അറിയുമ്പോ നിന്റെ ജീവിതം നോർമലാകും. അതേ മക്കളെ, അനേകരുടെ ജീവിതങ്ങൾ കൂട്ടിപ്പിടിച്ച് അച്ഛൻ ഈ പ്രസ്താവന നടത്തുന്നത്. നീ എന്റെ നാമം അറിയുമ്പോ നിന്റെ ജീവിതം നോർമലാവും. ഇപ്പൊ അബ്നോർമലാണ്, പ്രതിസന്ധിയാണ്, തകർച്ചയാണെന്നൊക്കെ നീ പറയുന്നുണ്ടെങ്കിൽ, when you know the name of the Lord, your life will be organized. ഹല്ലേലൂയ. ഒരു കൊച്ചു വാക്യം കൂടെ വായിച്ച് അവസാനിപ്പിച്ച് 52-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം. ജെറൂസലേമിലെ വിജനതകളെ ആർത്തുപാടുവിൻ. ഒറ്റപ്പെട്ടു പോയവരൊക്കെ ഇന്ന് കർത്താവിനെ സ്തുതിക്കണമെന്ന് കർത്താവ് തൻ്റെ ജനത്തെ ആശ്വസിപ്പിച്ചിരിക്കുന്നു. യെശയ്യാ വചനത്തിൽ പ്രത്യേകിച്ച് 40 മുതൽ 55 വരെയുള്ള അധ്യായങ്ങളിൽ കൂടെ ആവർത്തിക്കുന്നൊരു വാക്കാണ് ആശ്വസിപ്പിച്ചിരിക്കുന്നു. ഏങ്ങലടിച്ച് കരയുന്ന കുഞ്ഞിനെ അമ്മ ആശ്വസിപ്പിക്കുന്ന പോലെ തേങ്ങി കരയുന്ന നിന്റെ ദൈവം ആശ്വസിപ്പിക്കുമെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സത്യം പരീക്ഷിച്ചു നോക്കിക്കോ. ജീവിതത്തിൽ ഒരു ദുഃഖം വരുമ്പോ നീ ഒരു ദേവാലയത്തിൽ പോയി തേങ്ങി കരഞ്ഞ് അവസാനം നീ ബലപ്പെട്ടിട്ടല്ലാതെ ആ കൂടാരം വിട്ട് നീ ഇറങ്ങില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. യെരൂശലേമിനെ അവിടുന്ന് മോചിപ്പിച്ചിരിക്കുന്നു. തൻ്റെ പരിശുദ്ധ കരം എല്ലാ ജനതകളുടെയും മുമ്പിൽ അവിടുന്ന് അനുഗ്രഹിക്കുന്ന കരം, വിജയം നേടുന്ന കരം ഇതാ കർത്താവ് ഉയർത്തിപ്പിടിച്ചിരിക്കുന്നു. ഭൂമിയുടെ എല്ലാ അതിർത്തികളും നമ്മുടെ ദൈവത്തിന്റെ രക്ഷ കാണും. ഇന്ന് ഈ കൂടാരത്തിൽ ഇത് വ്യക്തി ആരുമായിക്കൊള്ളട്ടെ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തി ആരുമായിക്കൊള്ളട്ടെ, ഏത് തകർച്ചയിലോ ദുരന്തത്തിലോ ലോകത്തിന്റെ ഏത് അതിർത്തിയിലും ചെന്നുപെട്ടിരിക്കുന്ന വ്യക്തി ആയിക്കൊള്ളട്ടെ, you will see the salvation of the Lord. കർത്താവ് നിന്നെ രക്ഷിക്കും. ക്യാൻസർ രോഗിയായ മോനെ മോളെ, നീ കർത്താവിന്റെ കരം കാണാൻ പോവാ. ജീവിതത്തിൽ തകർന്നു പോയ പൈതല്, കടക്കണിയിലായിരിക്കുന്ന ദൈവ പൈതല്, ആരോരുമില്ലാത്ത കുഞ്ഞ്, നീ കർത്താവിന്റെ കരം കാണാൻ പോവാ. അവസാന വാക്യം ഇതാണ്, നിങ്ങൾ തിടുക്കം കൂട്ടണ്ട. Do not
ഹറി, ഡു നോട്ട് ഹറി. നിങ്ങൾ തിടുക്കം കൂട്ടണ്ട, വേഗം ഓടുകയും എന്നാൽ ഇച്ചിരി പെട്ടെന്ന് ഓടിയേക്കാം, ഒന്ന് നന്നായിക്കാൻ വേണ്ട. തിരുവചനം പറയുന്നു, കർത്താവ് നിങ്ങളുടെ മുമ്പിൽ നടക്കും. He will walk before you. നിന്റെ കർത്താവ് നിന്റെ മുമ്പേ നടക്കും. ഇസ്രായേലിന്റെ ദൈവമായിരിക്കും നിന്റെ പിൻകാവൽക്കാരൻ. കർത്താവ് മുമ്പിലും പിമ്പിലും ഇടതും വലതും നിന്ന് നിനക്ക് സംരക്ഷണം നൽകാൻ പോവാന്ന്. ദൈവമക്കളൊന്ന് എഴുന്നേറ്റ്, ഇതാ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വിളിക്കുന്നു, ഉണർന്നെഴുന്നേൽക്കാൻ. ഇപ്പോഴായിരിക്കുന്ന തകർച്ചകളിൽ നിന്ന്, രോഗങ്ങളിൽ നിന്ന്, ദുഃഖങ്ങളിൽ നിന്ന് എഴുന്നേൽക്കാൻ. ഇതാ ശക്തി സംഭരിക്കാൻ, വിശുദ്ധ വസ്ത്രങ്ങൾ അണിയാൻ. ഇതാ നിന്റെ കർത്താവ് നിനക്ക് മുമ്പേ പോകുന്നു. യേശുവേ, 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 യേശുവേ. കരങ്ങളടിച്ചേ, കൈയടിച്ച്. സർവശക്തനായ ദൈവമേ, ദൈവമേ, കൈവണങ്ങിടുന്നിടമേ, നിന്നനന്ത നന്മകൾക്കു ഞാൻ നന്ദി ചൊല്ലി വാഴ്ത്തിടുന്നില്ലേ. കൈക്കുരുന്നുമായി കാൽക്കൽ വന്നു കാത്തിടുന്നു ഞാൻ, കരങ്ങൾ നീട്ടി ഈ പൊന്നുമക്കളെ ഒന്ന് തൊടണേ കർത്താവേ, ഒരു അഭിഷേകം കൊടുക്കണമേ. പാപലേശമേശിടാതെ ഒരു കൊച്ചു പാപം പോലും പാദമാശ്രയിച്ചിടും ഇവർ, വിശുദ്ധിയോടെ എനിക്ക് ജീവിക്കണം കർത്താവേ. പാവന പ്രകാശധാരയിൽ ലീനരായിടേണമെന്നതേ നിന്റെ ആഗ്രഹത്തിനൊത്തമോ, ആഗ്രഹത്തിനൊത്തമോ എൻ പ്രവൃത്തികൾ സമസ്തവും നിന്റെ ഇഷ്ടം ഞാൻ നിറവേറ്റട്ടെ ദൈവമേ. നിർവഹിച്ചു നിത്യഭാഗ്യവും കൈവരിക്കുവാൻ അനുവരം. സർവശക്തനായ ദൈവമേ, സർവശക്തനായ ദൈവമേ, കരങ്ങളെ ഉയർത്തിക്കൊട്ടി. വണങ്ങിടുന്നിടമേ, നിന്നനന്ത നന്മകൾക്കു ഞാൻ നന്ദി ചൊല്ലി വാഴ്ത്തിടുന്നിതേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങളുടെ നിലവിളി അങ്ങേ പക്കലെത്തുകയും ചെയ്യട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, അത്ഭുത പ്രവർത്തകനായ വിശുദ്ധ അന്തോനീസിനെ ഞങ്ങൾക്കെന്നും സഹായമരുളുന്ന മധ്യസ്ഥനായ അങ്ങ് നൽകിയല്ലോ. ആ വിശുദ്ധന്റെ യോഗ്യതകൾ വഴി ഞങ്ങളുടെ എളിയ പ്രാർത്ഥനകളെ ദയാപൂർവം ശ്രവിക്കണമെന്ന് നിത്യമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേ. വിശുദ്ധ അന്തോനീസിന്റെ മധ്യസ്ഥം വഴിയായി നമ്മുടെ നിരവധിയായിട്ടുള്ള നിയോഗങ്ങൾ സമർപ്പിക്കാം. ഇന്നലെ സായാഹ്നം മുതൽ ഈ സമയം വരെ ദൈവസന്നിധിയിലേക്ക് കടന്നു വന്ന മക്കള്, ഇന്ന് പാതിരാവോളം കടന്നു വരാനിരിക്കുന്ന മക്കള്, ഏകദേശം 2 ലക്ഷത്തോളം മക്കള് പൊന്നു കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് ഒരുപാട് വിഷമിക്കുന്നവര്, വേദനിക്കുന്നവര്, ജീവിതം വല്ലാതെ തകർന്നു പോയവര്, വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ ശുശ്രൂഷയിൽ ഇപ്പൊ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മക്കള്, ജീവിതത്തിൽ ഒരുപാട് ദുഃഖിക്കുന്നവര്, നിരാശപ്പെടുന്നവര്, യേശുവേ, യേശുവേ. രോഗികളായിട്ടുള്ള മക്കളിൽ നിന്ന് സമർപ്പിക്കാമോ? ആശുപത്രികളിലും ഭവനങ്ങളിലും ഒക്കെ കഴിയുന്ന രോഗികൾ, ഈ സമൂഹത്തിൽ ഇപ്പോഴായിരിക്കുന്ന ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ട് രോഗികളായിട്ടുള്ള മക്കള്, മാരക രോഗങ്ങൾ, മാഹാരോഗങ്ങൾ, ക്യാൻസർ രോഗങ്ങൾ, ട്യൂമർ രോഗങ്ങൾ, മാനസിക രോഗങ്ങൾ, ഫിറ്റ്സ് രോഗങ്ങൾ, ബ്രെയിൻ സംബന്ധ രോഗങ്ങൾ, നെർവ് സംബന്ധ രോഗങ്ങൾ, കൊച്ചു കുഞ്ഞുങ്ങൾ, ഓട്ടിസ്റ്റിക്, ഡൗൺസിന്, ഹൈപ്പർ ആക്റ്റീവ് കുഞ്ഞുമക്കള്, സ്ത്രീ സംബന്ധ രോഗങ്ങൾ, പുരുഷ സംബന്ധ രോഗങ്ങൾ, ശരീരം തളർന്നു പോയവർ, അബോധാവസ്ഥയിലായിരിക്കുന്നവര്, ഐസിയിലും വെന്റിലേറ്ററും ഒക്കെ ആയിരിക്കുന്ന മക്കള്, കടുത്ത നിരാശ, ദുഃഖം, കോപം, ഭയം, ആത്മഹത്യ പ്രവണതകൾക്ക് അടിപ്പെട്ട് കഴിയുന്നവര്, തകർന്ന കുടുംബ ബന്ധങ്ങൾ, ഡൈവോഴ്സിന് വക്കിൽ നിൽക്കുന്നവര്, സമാധാനമില്ലാത്ത കുടുംബങ്ങള്, ഇതാ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ അകന്നു കഴിയുന്ന അവസ്ഥകൾ, മാതാപിതാക്കളും മക്കളും തമ്മിൽ കലഹിച്ചു കഴിയുന്ന കുടുംബങ്ങള്, സഹോദര സ്നേഹങ്ങളും തകർന്നു പോയ കുടുംബങ്ങള്, സാമ്പത്തികമായി തകർന്നു നിൽക്കുന്ന കടക്കണികൾ, ജപ്തി നോട്ടീസുകള്, ലോൺ അടയ്ക്കാൻ നിവൃത്തിയില്ലാതെ നിൽക്കുന്നവര്, പഠിച്ചുകൊണ്ടിരിക്കുന്ന മക്കള്, പരീക്ഷകൾ എഴുതുന്നവര്, ഇന്റർവ്യൂകളിൽ പങ്കെടുക്കുന്ന റിസൾട്ട് കാത്തിരിക്കുന്നവര്, പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവര്, വിവാഹ തടസ്സങ്ങൾ അനുഭവിക്കുന്ന, ജോലി തടസ്സങ്ങൾ അനുഭവിക്കുന്ന, വീസ തടസ്സങ്ങൾ അനുഭവിക്കുന്നവര്, പലതരത്തിലുള്ള ബന്ധനങ്ങളായി തകർച്ചകളായിരിക്കുന്നവര്, മദ്യപാനത്തിനും മയക്കുമരുന്നൊക്കെ അടിപ്പെട്ട് കഴിയുന്നവര്, സമൃദ്ധമായി വിളവ് ലഭിക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു. ഇതാ വിദേശത്തേക്ക് പോകാൻ തടസ്സങ്ങൾ അനുഭവിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പലതരത്തിൽ ദുരന്തങ്ങളിലൂടെ കടന്നു പോകുന്നവര്, വിശുദ്ധനായ തീഷ്ണതയുള്ള ധാരാളം വൈദികരെ സന്യസ്തരെ തരണേ, വിശുദ്ധിയുള്ള ധാരാളം ദൈവവിളികൾ തരണേ, തീഷ്ണതയുള്ള ധാരാളം അൽമായ പ്രേക്ഷിതരെ തരണേ. കർത്താവിന്റെ ആൾത്താരിൽ എഴുതി സമർപ്പിച്ച നിയോഗങ്ങൾ, ഇമെയിലൂടെ, വെബ്സൈറ്റിലൂടെ, ടെലിഫോണിലൂടെ ഒക്കെ വന്നിരുന്ന നിയോഗങ്ങൾ
നിയോഗങ്ങള് ഈ സമയത്ത് നീറുന്ന മനസ്സോടെ ദൈവമക്കൾ സമർപ്പിക്കുന്ന നിയോഗങ്ങള് എല്ലാ നിയോഗങ്ങളും സമർപ്പിച്ച കരുണയുടെ നാഥനെ ഒന്ന് വിളിച്ച് യേശുവേ യേശുവേ യേശുവേ. പുണ്യവാന്റെ മധ്യസ്ഥം തേടി നമുക്ക് പ്രാർത്ഥിക്കാം. മഹാത്മാവായ വിശുദ്ധ അന്തോനീസേ, അംഗീകത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ അങ്ങയിൽ പ്രശോഭിച്ചിരുന്ന അഗാധമായ ദൈവസ്നേഹവും ശ്രേഷ്ഠമായ പുണ്യങ്ങളും സ്വസഹോദരങ്ങളോടുള്ള നിസ്സീമമായ കാരുണ്യവും അങ്ങേ അത്ഭുതകരമായ ശക്തിവിശേഷങ്ങൾക്ക് അർഹനാക്കി തീർത്തിരിക്കുന്നുവല്ലോ. ഒരേ ഒരു വാക്കുകൊണ്ട് മാത്രം എന്ത് അത്ഭുതവും പ്രവർത്തിക്കുന്നതിനുള്ള അമൂല്യവരം നൽകപ്പെട്ടിരിക്കുന്ന അങ്ങ് ക്ലേശത്താൽ പീഡിപ്പിക്കപ്പെടുന്ന അങ്ങേ വിശ്വസ്ത മക്കൾക്ക് ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും ധാരാളമായി നൽകുന്നതിന് സദാ സന്നദ്ധനാണെന്ന് ഞാൻ ദൃഢമായി വിശ്വസിക്കുന്നു. രോഗികൾക്ക് ആരോഗ്യത്തെ പ്രദാനം ചെയ്യുന്നതിനും നഷ്ടപ്പെട്ട വസ്തുക്കളെ വീണ്ടെടുക്കുന്നതിനും സങ്കടപ്പെടുന്നവർക്ക് ആശ്വാസം നൽകുന്നതിനും മരിച്ചവരെ പുനർജീവിപ്പിക്കുന്നതിനും കഴിവുള്ള അങ്ങേയ്ക്ക് അസാധ്യമായ യാതൊന്നുമില്ല. ഇപ്രകാരമുള്ള ചിന്തയാൽ പ്രേരിതനായി അങ്ങയുടെ മാധ്യസ്ഥ ശക്തിയിൽ പരിപൂർണ വിശ്വാസമുള്ളവനായി ഞാൻ അങ്ങേ സഹായം അഭ്യർത്ഥിക്കുന്നു. ശാന്തനും സ്നേഹസമ്പൂർണനുമായ വിശുദ്ധ അന്തോനീസേ, ജീവകാരുണ്യത്താൽ തുടിക്കുന്ന ഹൃദയത്തോടു കൂടിയ കൃപാസാഗരമേ, അങ്ങയുടെ നിർമ്മല കരങ്ങളിൽ വിഹരിക്കുന്നതിനും അങ്ങയോട് മധുരഭാഷണം ചെയ്യുന്നതിനും തിരുമനസ്സായ ആ ദിവ്യുണ്ണീശോയുടെ തിരുസന്നിധിയിൽ എന്റെ വിനീതവും ആശാപൂർണവുമായ പ്രാർത്ഥനകളെ സമർപ്പിച്ച് ഞാൻ അപേക്ഷിക്കുന്ന അനുഗ്രഹങ്ങളെ. കരുണയുടെ നാഥന്റെ തിരുമുഖത്തേക്ക് മക്കളൊന്ന് നോക്കിക്കുന്നു. ഇതാ കർത്താവ് നിനക്കൊരു പുതിയ കൽപ്പന ഇടുകയാ. ഉയർത്തെഴുന്നേൽപ്പിന്റെ ഒരു കൽപ്പന, ഇതാ പുതിയ വസ്ത്രത്തിന്റെ ഒരു കൽപ്പന, ഒരു പുതിയ ധൈര്യത്തിന്റെ കൽപ്പന, ഒരു പുതിയ ശക്തിയുടെ കൽപ്പന, അവിടുത്തെ ഒരു പുതിയ കൃപ, ഒരു പുതിയ അഭിഷേകം, ഒരു പുതിയ അനുഗ്രഹം നിനക്ക് തരുന്നു. ഒന്ന് നിലവിളിച്ച് പ്രാർത്ഥിച്ച് യേശുവേ യേശുവേ യേശുവേ. പ്രിയപ്പെട്ടവരുടെ മുഖങ്ങൾ കണ്ടൊന്ന് പ്രാർത്ഥിക്കാവോ? ജന്മം തന്ന മാതാപിതാക്കളുടെ മുഖങ്ങൾ കണ്ടൊന്ന് പ്രാർത്ഥിച്ച്, ജീവിത പങ്കാളിയുടെ മുഖം കണ്ടൊന്ന് പ്രാർത്ഥിച്ച്, സഹോദരങ്ങളുടെ പേരുകൾ പറഞ്ഞ് പ്രാർത്ഥിച്ച്, കുഞ്ഞുങ്ങളുടെ മുഖങ്ങൾ കണ്ടൊന്ന് പ്രാർത്ഥിച്ച്, പ്രിയപ്പെട്ടവരുടെ മുഖങ്ങൾ കണ്ടൊന്ന് പ്രാർത്ഥിച്ച് യേശുവേ യേശുവേ യേശുവേ. തൊട്ടടുത്തിരിക്കുന്നവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാവോ? തൊട്ടടുത്ത് നിൽക്കുന്നവർക്ക് വേണ്ടിയിട്ടൊന്ന് പ്രാർത്ഥിച്ച്, ഒരുപാട് വിഷമിക്കുന്നവരാ, വേദനിക്കുന്നവരാ, യേശുവേ യേശുവേ. ദേവാലയത്തിനകത്തും പുറത്തും ബസ് സ്റ്റാൻഡിലും വാഹനക്കുള്ളിലും കടകളുടെ മുമ്പിലും ഒക്കെ നിൽക്കുന്നവര്, വിദേശ രാജ്യങ്ങളും വിദൂര സ്ഥലങ്ങളിലും ഇരുന്ന് നമ്മളോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നവര്, ഒരുപാട് വിഷമിക്കുന്നവര്, വേദനയ്ക്ക് ദുഃഖിക്കുന്നവര്, ഒന്ന് തല വിളിച്ച് പ്രാർത്ഥിച്ച യേശുവേ യേശുവേ യേശുവേ. ലഭിച്ചു തരണമേ എന്ന സകല വരപ്രസാദങ്ങളുടെയും ഉറവയായിരിക്കുന്ന സർവേശ്വരനോട് തന്റെ നിർമ്മല മാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും സകല വിശുദ്ധരോടും ചേർന്ന് പ്രാർത്ഥിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അതിന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഉണ്ണീശോയുടെ വിശ്വസ്ത സ്നേഹിതനായ വിശുദ്ധ അന്തോനീസേ, അങ്ങേ മാധ്യസ്ഥം തേടുന്നവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾ നിരവധിയാണല്ലോ. മനസ്സരണത്തോടു കൂടെ അങ്ങയോട് ഞാൻ യാചിക്കുന്ന നന്മകൾ എനിക്ക് തന്നരുളണമേ. എന്റെ ആത്മശരീരങ്ങളെയും എനിക്കുള്ള എല്ലാറ്റിനെയും അങ്ങേ പരമേൽപ്പിക്കുന്നു. അങ്ങേ പാതാന്തികത്തിലായിരിക്കുമ്പോൾ എനിക്ക് യാതൊന്നും ഭയപ്പെടാനില്ല. ഓ ധന്യനായ വിശുദ്ധ അന്തോനീസേ, അങ്ങയുടെ അനുഗ്രഹങ്ങളെ ഞാനെന്നും കൃതജ്ഞതാപൂർവം പ്രകീർത്തിക്കും. എന്റെ പ്രത്യേക മധ്യസ്ഥനായി അങ്ങേ വന്ദിക്കുന്നതാണെന്നും അങ്ങയോടുള്ള ഭക്തി വഴി ഈശോയെ കൂടുതൽ സ്നേഹിക്കുവാൻ പരിശ്രമിക്കുന്നതാണെന്നും ഞാൻ അങ്ങയോട് വാഗ്ദാനം ചെയ്യുന്നു. അപേക്ഷിക്കുന്നവർക്ക് എന്നും സഹായം അരുളുന്ന വിശുദ്ധ അന്തോനീസേ, അങ്ങേ സഹായം അപേക്ഷിക്കുന്ന
എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണമേ. ബലഹീനരെ ശക്തിപ്പെടുത്തുകയും ദുഃഖിതരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമേ. ആമേൻ. ഉണ്ണീശോ അത്യധികം സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്ത വിശുദ്ധ അന്തോനീസേ, ഞങ്ങളുടെ ആവശ്യങ്ങളിൽ ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ. വചനങ്ങളിലും പ്രവൃത്തികളിലും അത്ഭുത സിദ്ധിയുള്ള വിശുദ്ധ അന്തോനീസേ, ഞങ്ങളുടെ നിസ്സഹായ അവസ്ഥയിൽ ഞങ്ങൾ അങ്ങേ സഹായം തേടുന്നു. ഞങ്ങളെ സഹായിക്കണമേ. കാരുണ്യം അപേക്ഷിക്കുന്നവരെ ദയാപൂർവ്വം ശ്രവിക്കുന്ന വിശുദ്ധ അന്തോനീസേ, ഞങ്ങളുടെ ക്ലേശങ്ങളിൽ ഞങ്ങൾ അങ്ങേ പക്കൽ അണയുന്നു. ഞങ്ങളിൽ കനിയണമേ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ വിശുദ്ധ അന്തോനീസേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ഈശോയെ, അങ്ങേ വിശ്വസ്ത ശുശ്രൂഷകനായ വിശുദ്ധ അന്തോനീസിനെ വിശേഷ പുണ്യങ്ങളാൽ അലങ്കരിക്കുന്നതിനും അത്ഭുതങ്ങൾ ധാരാളമായി പ്രവർത്തിക്കുന്നതിനുമുള്ള ദൈവിക ശക്തി അദ്ദേഹത്തിന് നൽകുന്നതിനും തിരുമനസ്സായ കർത്താവേ, അങ്ങേ കൃപാകടാക്ഷത്താൽ ആ വിശുദ്ധന്റെ മാധ്യസ്ഥം വഴിയായി ഞങ്ങൾ വിശ്വാസവും യാചിക്കുന്ന സകല അനുഗ്രഹങ്ങളും നൽകണമെന്ന് സ്വർഗത്തിൽ നിത്യമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന പിതാവിന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ആമേൻ. അത്ഭുത പ്രവർത്തകനെന്ന മഹനീയ നാമത്താൽ പ്രകീർത്തിതനും അനാഥരുടെ പിതാവുമായ വിശുദ്ധ അന്തോനീസേ, അങ്ങ് ദയാപൂർവ്വം ഞങ്ങളുടെ ആവശ്യങ്ങളിൽ ഞങ്ങളെ സഹായിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നുവല്ലോ. അങ്ങ് ഞങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി പ്രകാശിപ്പിക്കുന്നു. ഞങ്ങൾ എന്നും ദൈവസ്നേഹത്തിലും സഹോദരങ്ങളോടുള്ള ഐക്യത്തിലും ജീവിക്കുന്നതാണെന്ന് അങ്ങയോട് പ്രതിജ്ഞ ചെയ്യുന്നു. അങ്ങയുടെ അനുഗ്രഹങ്ങളും സംരക്ഷണവും ഇനിയും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ദയാനിധിയായ വിശുദ്ധ അന്തോനീസേ, അങ്ങേ മഹത്വമേറിയ സഹായം എല്ലായ്പ്പോഴും ഞങ്ങൾക്ക് അനുഭവപ്പെടുവാൻ ഇടയാക്കണമെന്ന് പാപങ്ങളിൽ നിന്നകന്ന് അങ്ങേ വിശുദ്ധ മാതൃകയനുസരിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ശത്രുക്കളുടെ പ്രലോഭനങ്ങളിൽ ഞങ്ങളെ സഹായിക്കണമേ. മരണവിനാഴികയിൽ ഞങ്ങളെ ശക്തിപ്പെടുത്തുകയും അങ്ങയോടൊന്നിച്ച് ദൈവത്തെ നിത്യം സ്തുതിക്കുവാൻ ഞങ്ങൾക്ക് അനുഗ്രഹം നേടിത്തരികയും ചെയ്യണമേ. ആമേൻ. എല്ലാ നന്മകളുടെയും ദാതാവായ ത്രിയേക ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. വൈദികർ ഒന്ന് ചേർന്ന് ദൈവമക്കളെ ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു. കൃപാനിധിയായ ദൈവമേ, ക്ലേശിതരും രോഗാതുരരും നിസ്സഹായരുമായ അനേകർ അങ്ങേ ദാസനായ വിശുദ്ധ അന്തോനീസിന്റെ പക്കൽ ഓടിയണയുന്നത് അങ്ങ് കാണുന്നുവല്ലോ. അവർ ഈ വിശുദ്ധന്റെ മാധ്യസ്ഥ ശക്തി വഴി ഹൃദയ സമാധാനവും ആയുരാരോഗ്യവും സ്വർഗീയ നന്മകളും പ്രാപിച്ച് അങ്ങേക്ക് നന്ദി പ്രകാശിപ്പിക്കുവാൻ ഇടയാക്കണമേ എന്ന് നിത്യം ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന സർവേശ്വരന്റെ അനുഗ്രഹം നിങ്ങളുടെ മേൽ വന്നണയുകയും നിങ്ങളിൽ നിത്യം നിലനിൽക്കുകയും ചെയ്യട്ടെ. അവിടുത്തെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിലും കുടുംബങ്ങളിലും ഇന്നും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. 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 കൃപ നിനക്ക് തരിക, ഒരു അഭിഷേകം തരിക. ഈ സായാഹ്നം ഒരു അനുഗ്രഹ സായാഹ്നമാ. ഇതൊരു കൃപയുടെ ആശിമിഷമാ. നിന്റെ കർത്താവ്, നിന്റെ ദൈവം നിന്റെ ജീവിതത്തിലേക്ക് സിയോനെ തട്ടി ഉണർത്തുന്ന കർത്താവ് ഇതാ നിന്നെ തട്ടി ഉണർത്ത. നിനക്കൊരു കൃപ തരാ, ഒരു അഭിഷേകം തരാൻ എഴുന്നള്ളി വരുന്നു. ഇരു കരങ്ങൾ ഉയർത്തി സ്വലമുയർത്തി ദൈവമക്കൾ ഒന്ന് വിളിച്ച് യേശുവേ, യേശുവേ, യേശുവേ. കൈകൾ കൊട്ടി ആരാധിച്ച് ആരാധിച്ച് വിശ്വസിച്ച് വിശ്വസിച്ച് ആരാധന ആരാധന സ്തുതി ആരാധന 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 സ്തുതി ആരാധന 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 സ്തുതി ആരാധന ആരാധന. യേശു രാജാവേ ആരാധിക്കുന്നു, നല്ലിടയനേ ഞങ്ങൾ ആരാധിക്കുന്നു. യേശു രാജാവേ രാജാവേ
പ്രാണപ്രിയനേ പ്രിയനെ അങ്ങേ ആരാധിക്കുന്നു. സർവശക്തനെ ഞങ്ങൾ ആരാധിക്കുന്നു. കരങ്ങളെ ഉയർത്തി വീശി. ആരാധന ആരാധന സ്തുതി ആരാധന 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 സ്തുതി ആരാധന ആരാധന. പരിശുദ്ധ സഭയോട് ചേർന്ന്, പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പായോട് ചേർന്ന്, അഭിവന്ദ്യ സെബാസ്റ്റ്യൻ പിതാവിനോട് ചേർന്ന്, അഭിവന്ദ്യ പിതാക്കന്മാരോട് ചേർന്ന് കർത്താവിന്റെ പുരോഹിത അഭിഷിക്ത കരങ്ങൾ ഉയർത്തി ദൈവമക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ മാരക രോഗങ്ങൾ, മരുന്നില്ലാത്ത രോഗങ്ങൾ, പഴകിപ്പോയ രോഗങ്ങൾ, ക്യാൻസർ രോഗങ്ങൾ, ട്യൂമർ രോഗങ്ങൾ, തളർവാദ രോഗങ്ങൾ, ഫിറ്റ്സ് രോഗങ്ങൾ, കൊച്ചു കുഞ്ഞുങ്ങളുടെ രോഗപീഠകൾ, സ്ത്രീ സംബന്ധ രോഗങ്ങൾ, പുരുഷ സംബന്ധ രോഗങ്ങൾ, ഡോക്ടർമാരും അവസ്ഥകൾ, മരണകരമായ അവസ്ഥകൾ ഈശോയുടെ തിരുരക്തം കൊണ്ട് കഴുകി കൽപ്പിച്ച് ശാസിച്ച് പ്രാർത്ഥിക്കുന്നു. സുഖപ്പെടട്ടെ, 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 സുഖപ്പെടട്ടെ. കൊട്ടി മാറിപ്പോകട്ടെ, സുഖപ്പെടട്ടെ. ഈശോയെ നീങ്ങിപ്പോകട്ടെ, മാറിപ്പോകട്ടെ, സുഖപ്പെടട്ടെ. കരങ്ങളെ ഒന്ന് വീശി. യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും. ഹല്ലേലൂയ, സർവശക്തനായവനേ. ഹല്ലേലൂയ, ഹല്ലേലൂയ ഞാൻ പാടിടും. ഹല്ലേലൂയ. യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും. സർവശക്തനായവനേ. സമാധാനമില്ലാത്ത കുടുംബങ്ങൾ, ഭാര്യ ഭർത്താക്കന്മാർ കലഹിച്ചു കഴിഞ്ഞ കുടുംബങ്ങൾ, കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾ, വിവാഹ തടസ്സങ്ങൾ അനുഭവിക്കുന്നവ, ജോലി തടസ്സങ്ങൾ അനുഭവിക്കുന്നവ, വീസ തടസ്സങ്ങൾ അനുഭവിക്കുന്നവ, പരീക്ഷകൾ എഴുതുന്നവ, പരീക്ഷകളിൽ പരാജയപ്പെട്ടു പോയവ, വീട് വിട്ടുപോയവ, ജയിലുകളിൽ കഴിയുന്നവ, മദ്യത്തിനും മയക്കുമെന്ന് അടിപ്പെട്ട് കഴിയുന്നവ, പലതരത്തിലുള്ള ബന്ധനങ്ങളായിരിക്കുന്നവ, തകർച്ചകളിലായിരിക്കുന്നവ, ബന്ധനമയ്യട്ടെ, കൃപയൊഴുകട്ടെ, ബന്ധനമയ്യട്ടെ, കൃപയൊഴുകട്ടെ, 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 കൃപയൊഴുകട്ടെ. യേശുവിൻ നാമം വിടുതല. യേശുവിൻ നാമം, യേശുവിൻ നാമം രക്ഷയാ. യേശുവിൻ നാമം, യേശുവിൻ നാമം ശക്തിയായി. യേശുവിനെ വീണ്ടെടുത്തു. യേശുവിൻ നാമം. യേശുവിൻ നാമം വിടുതല. ആകാശത്തിന് കീഴ് മനുഷ്യരക്ഷയ്ക്ക് മറ്റൊരു നാമം നൽകപ്പെട്ടിട്ടില്ല യേശു നാമമല്ലാതെ. ശക്തിയായി യേശുവിനെ വീണ്ടെടുത്തു. കരങ്ങളിൽ ഒന്ന് വീശി. ഹല്ലേലൂയ ഞാൻ പാടിടും. ഹല്ലേലൂയ, യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും. ഹല്ലേലൂയ, സർവശക്തനായവനേ. ഹല്ലേലൂയ. ഹല്ലേലൂയ ഹിരാ, 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 ഹിരാ. ശബരാനാഥ, ഹബാര, ഹിരാ, 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 ഹിരാ. സ്തുതിച്ചേ, സ്വരമുയർത്തി സ്തുതിച്ചേ. ഹിരാ, 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 ഹിരാ. ശബരാനാഥ, ഹബാര, ഹിരാ, ഹിരാ, ഹിരാ. ബ്രെയിൻ സംബന്ധമായിട്ട് രോഗപീഠകള്, വിട്ടുമാകാത്ത തലവേദനകള്, മൈഗ്രെയിന്റെ അസ്വസ്ഥതകള്, ബ്രെയിനിൽ ഗ്രോത്ത് ഉള്ള അവസ്ഥകള്, ഹെമറേജസ് വന്നിട്ടുള്ള മക്കള്, സ്ട്രോക്കുകൾ വന്നിട്ടുള്ള മക്കള്, ഈശോ കർത്താവ് 30-ലധികം മക്കൾക്ക് സൗഖ്യം കൊടുക്കുന്നതായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. ഹീരാ, 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 ഹീരാ. സ്തുതിച്ച് പ്രാർത്ഥിച്ച മക്കളെ, സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ശരീരത്തിൽ ട്യൂമറുകള്, ഗ്രോത്തുകള്, ഫൈബ്രോയിഡുകള്, സിസ്റ്റുകള്, സർജറികൾ ആവശ്യമായിട്ടുള്ള മക്കള്, ഇത് ക്യാൻസറസ് ആയിട്ടുള്ള ട്യൂമറുകളുള്ള മക്കള്, ഈശ്വരത്തെ ഏതാനും പേര് സർജറികള് പറഞ്ഞിട്ടുള്ള മക്കള് ഈശ്വരത്തെ സൗഖ്യം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഏതാനും പേര് കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. 23ഓളം മക്കൾ സുഖപ്പെടുന്നതായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു.
കഠിനമായിട്ടുള്ള നടുവേദന, നട്ടെല്ല് സംബന്ധമായ രോഗങ്ങള്, കഴുത്തില് ഡിസ്ക് സംബന്ധമായിട്ടുള്ള രോഗപീഠകള്, നട്ടെല്ല് ഒടിവേറ്റ മക്കള്, അല്ലെങ്കിൽ നട്ടെല്ല് ദ്രവിക്കുന്ന അവസ്ഥകളിലുള്ള മക്കള്, ഈശോ കർത്താവ് ഏതാനും പേരെ കാണിക്കുകയാണ്. സർജറികൾ വേണ്ടവര്, നട്ടെല്ല് വളഞ്ഞിരിക്കുന്ന അവസ്ഥകളിലുള്ള മക്കള്, കഠിനമായ പുറം വേദന, കാലുകൾക്ക് മരപ്പനുഭവപ്പെടുന്നവര്, ഈശോ കർത്താവ് 18ഓളം പേർക്ക് സൗഖ്യം കൊടുക്കുന്നതായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. കഠിനമായിട്ടുള്ള കൊളസ്ട്രോള്, ഷുഗർ, ഡയബറ്റീസ് അങ്ങനത്തെ രോഗപീഠകളുള്ളവര്, വൈറ്റ് ബ്ലഡ്, വൈറ്റൽ സംബന്ധമായിട്ട് രോഗപീഠകളുള്ളവര്, വേരിയേഷൻസ് ഉള്ള മക്കള്, ഈശോ കർത്താവ് 30ഓളം മക്കൾക്ക് ഇപ്പോൾ സൗഖ്യം കൊടുത്തുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. കരൾ സംബന്ധമായ രോഗങ്ങള്, ലിവർ സംബന്ധമായ രോഗങ്ങള്, ബ്ലഡ് സംബന്ധമായ രോഗങ്ങള്, മഞ്ഞപ്പിത്ത രോഗപീഠകള് ഈശോ കർത്താവ് സൗഖ്യം കൊടുക്കുകയാണ്. 17ഓളം മക്കൾക്ക് ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്ന വ്യക്തി ശുശ്രൂഷ ഇപ്പൊ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു. ആ വ്യക്തിക്ക് അത്ഭുത സൗഖ്യം കിട്ടുന്നു. 17ഓളം മക്കൾക്ക് ലിവർ സംബന്ധമായ രോഗങ്ങൾ സുഖപ്പെടുന്നതായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. കൈകാലുകൾ സംബന്ധമായിട്ടുള്ള തളർച്ച അനുഭവപ്പെടുന്നവര്, പാരലൈസ്ഡ് ആയി പോയിട്ടുള്ളവര്, സ്ട്രോക്ക് വന്നിട്ടുള്ളവര്, കൈകാലുകൾക്ക് ചലനം നഷ്ടപ്പെട്ടവര്, ഈശോ കർത്താവ് ഇപ്പോൾ സൗഖ്യം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കാലിന് ഒടിവേറ്റു, പിന്നെ അതങ്ങ് ബലപ്പെട്ടിട്ടില്ല, വടികുത്തി നടക്കുന്ന അവസ്ഥകളുള്ള മക്കള്, ഈശോ കർത്താവ് 17 എന്നൊരു സംഖ്യ വെളിപ്പെടുത്തുക. 17ഓളം മക്കൾക്ക് ഇപ്പോൾ സൗഖ്യം കിട്ടുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. ഈ സ്തുതിച്ച മക്കളെ സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കട്ടെ. യേശുവേ യേശുവേ എന്ന് പറഞ്ഞാൽ മതി മക്കളെ. യേശുവേ യേശുവേ എന്ന് പറഞ്ഞു, അതൊരു പ്രാർത്ഥനയാണ്, അത് ദൈവം ഇറങ്ങുന്ന സമയമാണ്. യേശുവേ യേശുവേ യേശുവേ. സ്ത്രീ സംബന്ധമായിട്ട് രോഗപീഠകളുള്ള മക്കള്, സ്ത്രീ സംബന്ധമായിട്ട് രോഗപീഠകള്, നാളുകളായിട്ട് മരുന്ന് കഴിക്കുന്നവര്, സർജറികൾ പറഞ്ഞിട്ടുള്ള മക്കള്, 30ലധികം മക്കൾക്ക് സൗഖ്യം കിട്ടിക്കൊണ്ടിരിക്കുന്നു. ക്യാൻസർ രോഗപീഠകളുള്ള 27 പേരോളം സുഖപ്പെടുന്നതായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. തകർച്ചകളിലൂടെ കടന്നു പോകുന്ന കുടുംബങ്ങള്, സമാധാനമില്ലാത്ത സ്വസ്ഥതയില്ലാത്ത കുടുംബങ്ങള്, 80ഓളം കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നതായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. സാമ്പത്തികമായിട്ട് വലിയ ഞെരുക്കങ്ങള്, കടക്കണികള്, ജപ്തി നോട്ടീസുകള് ഉണ്ടാക്കിയതെല്ലാം നഷ്ടപ്പെട്ടു പോയ അവസ്ഥകള് അനേകം മക്കളുടെ മേലെ കൃപയൊഴുകയാണ്. 170ഓളം കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നതായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. പരീക്ഷകൾ എഴുതുന്ന മക്കള്, ഇന്റർവ്യൂകളിൽ പങ്കെടുക്കുന്ന മക്കള്, റിസൾട്ട് കാത്തിരിക്കുന്നവര്, പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന 240ലധികം മക്കൾ അനുഗ്രഹിക്കപ്പെടുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. കൊച്ചു കുഞ്ഞുങ്ങളെ ഈശോ അനുഗ്രഹിക്കുകയാണ്. ജന്മനാ ഉള്ള വൈകല്യങ്ങള്, ജന്മനാ ഉള്ള രോഗപീഠകള്, ചില മാരക രോഗങ്ങളുള്ള കുഞ്ഞുങ്ങള്, 18 കുഞ്ഞുങ്ങൾ സുഖപ്പെടുന്നതായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. റോസി എന്ന പേരുള്ള ഒരു മകളെ ഈശോ ഈ സമയത്ത് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ജോണിയെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. മാത്യുവിനെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ജോബിനെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ഷേർലിയെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. മിനിയെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ജോബിയെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. തോമസിനെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ഷാജിയെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. അലനെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. അജിയെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. സിനിയെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. സെലിനെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ജോസിയെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. മോളിയെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ശബരാന തകബരായി പെണ്ണമ്മയെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ലിസമ്മയെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ജോസിനെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. സാബുവിനെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. അനേകം വ്യക്തികളും കുടുംബങ്ങളും അനുഗ്രഹിക്കപ്പെടുന്ന നിമിഷത്തിൽ നിറഞ്ഞ സന്തോഷത്തോടെ വലിയ വിശ്വാസത്തോടെ കരകളടിച്ച ദൈവത്തെ വാഴ്ത്തിപ്പാടാം. ദൈവത്തെ വാഴ്ത്തിടുവിൻ, ദൈവനാമം വാഴ്ത്തിടുവിൻ. ദൈവവും മനുജനമാ വിശിഹാനാമനെ വാഴ്ത്തിടുവിൻ. വിശിഹാദൻ പൂജിതമാ
തിരുനാമം വാഴ്ത്തിടുവിൻ. സ്നേഹത്തിൻ ഉറവിടമാം തിരുഹൃദയം വാഴ്ത്തിടുവിൻ. പീഠത്തിൽ കാണരുളും മിശിഹായെ വാഴ്ത്തിടുവിൻ. രക്ഷകനാമിശിഹാവൻ ദിവ്യനിലം വാഴ്ത്തിടുവിൻ. പരവിരയാൽ ഒളിവിതറും ദൈവാത്മാവിനെ വാഴ്ത്തിടുവിൻ. ദൈവത്തിൻ മാതാവാം കന്യാമേരിയെ വാഴ്ത്തിടുവിൻ. മറിയത്തിൻ നിർമ്മലമാം ഉത്ഭവം വാഴ്ത്തിടുവിൻ. സത്യാരോപിത മാതാവിൻ തിരുനാമം വാഴ്ത്തിടുവിൻ. കന്യകതൻ വല്ലഭനെ വാഴ്ത്തിടുവിൻ. സിദ്ധരിലും ദൂതരിലും ദൈവത്തെ വാഴ്ത്തിടുവിൻ. ദൈവത്തെ വാഴ്ത്തിടുവിൻ. ദൈവനാമം വാഴ്ത്തിടുവിൻ. ദൈവവും മനുഷ്യനുമാ മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ. സാഷ്ടാംഗം വീണുന ഏറ്റം മഹത്താമി കുദാസേ നവ്യനിയമത്തിൻ കർമ്മങ്ങൾ വന്നല്ലോ. പൂർവികം സാദരം മാറി നിൽപ്പൂ. ഇന്ദ്രിയങ്ങൾക്കെഴും പോരായ്മയൊക്കെ തീർക്കുക വിശ്വാസ ദിവ്യദീപ്തി. ദൈവപിതാവിനും തന്നേകജാതനും സ്തോത്രമുണ്ടാകണം എന്നുമെന്നും. പാവനാത്മാവിനും അവീന നിസ്തുല സ്തോത്രമുണ്ടാകണം നിത്യകാലം. സ്തുതിയും കീർത്തിയും ശക്തിയുമാണെന്നും വാഴുക ത്രിത്വൈക ദൈവമാമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങയുടെ പീഡാനുഭവത്തിന്റെ സ്മാരകമായി വിസ്മയാവഹമായ കുദാശക ഞങ്ങൾക്ക് നൽകിയല്ലോ. അങ്ങയുടെ പരിത്രാണത്തിൻ ഫലം ഞങ്ങൾ നിരന്തരം അനുഭവിക്കുമാറ് അവിടുത്തെ തിരുശരീരത്തിന്റെയും തിരുരക്തത്തിന്റെയും ദിവ്യരഹസ്യങ്ങൾ എന്തും വണങ്ങുവാൻ അനുഗ്രഹം നൽകണമേ എന്ന് നിത്യമായി ജീവിച്ചു വാഴുന്ന അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കുന്ന തമ്പുരാന്റെ പക്കലേക്ക് ഇരുകരങ്ങൾ ഉയർത്തി സ്വരമുയർത്തി എല്ലാ മകന്ന മക്കളൊന്ന് വിളിച്ച് യേശുവേ യേശുവേ യേശുവേ. അത്ഭുത രോഗശാന്തികൾ ഉണ്ടാവട്ടെ, അത്ഭുത വിടുതലുകൾ ഉണ്ടാവട്ടെ, ശാപങ്ങൾ നീങ്ങിപ്പോകട്ടെ, തടസ്സങ്ങൾ നീങ്ങിപ്പോകട്ടെ, കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ, മാതാപിതാക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ, ജീവിത പങ്കാളി അനുഗ്രഹിക്കപ്പെടട്ടെ, മക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ, സഹോദരൻ അനുഗ്രഹിക്കപ്പെടട്ടെ, സമർപ്പിത അനുഗ്രഹിക്കപ്പെടട്ടെ, ദേശം അനുഗ്രഹിക്കപ്പെടട്ടെ. യേശുവേ യേശുവേ യേശുവേ. ഈശോയെ കണ്ണീരോടെ മക്കള് പ്രാർത്ഥിക്കുക. ഈശോയെ ഹൃദയം നോക്കി പ്രാർത്ഥിക്കുക. ഈശോയെ ചങ്കുപൊട്ടി പ്രാർത്ഥിക്കുക. ഈശോയെ നിന്റെ പുരോഗതിന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടിയാ. ഇവരെ നീ അനുഗ്രഹിക്കണേ കർത്താവ്, ഇവരെ നീ സുഖപ്പെടുത്തണേ കർത്താവ്, ഇവർക്ക് നീ വിടുതൽ കൊടുക്കണേ കർത്താവ്, ഇവരുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണേ കർത്താവ്. ഈശോയെ ഈശോയെ ഈശോയെ